പോയത്. വിഷയം കേൾക്കട്ടെ. വിഷയം പ്രീ പ്രൈമറി ടീച്ചേഴ്സിന് ഞങ്ങൾ ശമ്പളം പഠിച്ചു കുറവാണ്. കഴിഞ്ഞാൽ അത് അങ്ങനെ കൊടുക്കാൻ പാടില്ല, കൂട്ടിയിട്ട് കൊടുക്കണം. ഓർക്കാണ് ടാസ്ക് കൂടുതലുള്ളത്, അപ്പൊ അതിനുള്ള വേതനം കൊടുക്കണം എന്നാണ് പറയുന്നത്. പറഞ്ഞതല്ലേ? മുഖവിലൊക്കെ എടുക്കുന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അതെ അതെ, ന്യൂസിൽ കേട്ടിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞ. ഒരു പ്രതീക്ഷ വെക്കാം. അത്രയോ കൂട്ടിക്കണോ? ചെറിയൊരു എമൗണ്ട് കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 1000 കൂട്ടി ഉണ്ടാവുള്ളൂ. അത് ഓരോ വർഷം കൂടും അങ്ങനെ കൂട്ടി വരും എന്ന് വിചാരിക്കാം. അതെ. പിന്നെ എന്റെ അഭിപ്രായത്തിൽ മാത്രം അഭിപ്രായത്തിൽ എന്ത് മിസ്സേ ക്ലിയർ ആവുന്നില്ല. ഞാനൊന്ന് സെറ്റ് ആയിട്ട് വരട്ടെ. ആക്ച്വലി ഇന്ന് 8:30 സെഷൻ ഞാൻ കരുതിയാണ്. വെരി സോറി, ലേറ്റ് ആയെന്ന് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, ഇന്ന് എന്റെ സെഷൻ ലിങ്ക് മാറി കയറുന്നില്ലല്ലോ? അല്ലല്ല, ഓക്കെ. ഇന്ന് ഏത് സബ്ജക്ട്? സ്കൂൾ ഓർഗനൈസേഷനാ? ഓർഗനൈസേഷൻ. എക്സാം മിസ്സിനോട് മറന്നുപോയോ? ലീഡർ എവിടെ? ഓർമ്മിപ്പിക്കൂ. ഓക്കെ, ഇന്ന് എക്സാം ആണല്ലോ. ഐ ആം സോ ഹാപ്പി. ലീഡർ കേറിയില്ല We are തോന്നുന്നു. also happy. ഹാപ്പിന്ന് മിസ്. ലീഡർ കേറിയില്ല തോന്നുന്നു. പണിയെടുക്കുന്നത് ലീഡർ ഉണ്ടായിനല്ലോ ഇതില്, പോയതാന്ന് തോന്നുന്നു. ഇല്ല, leader ഉണ്ട്. പണി കിട്ടണ്ടെന്ന് വെച്ച് Leader ഒന്ന് കൈപൊന്തിക്കൂ. Okay, let's start our exam ആണ്. ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ? അതെ അതെ അതെ. സൂപ്പർ സൂപ്പർ. ഉണ്ടോ? മൊമെന്റ് എല്ലാവർക്കും മ്യൂട്ട് ചെയ്താ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ടൈം വെറുതെ വേസ്റ്റ് ആക്കുന്നില്ല. Shall we start now? എന്താണ്? Okay, the first question is, educational objectives are achieved through dash. Learning. എങ്ങനെ എഴുതാനാ? അത് പറഞ്ഞില്ല എങ്ങനാ എന്താ ഏതാന്നുള്ളത്. ഞങ്ങൾ ഓറൽ എക്സാം ആണെന്ന് കരുതി. അതെ, ചോദ്യം കേട്ടപ്പോ ഞാളിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. മിസ്സേ മലയാളത്തിൽ എഴുതാൻ പറ്റില്ലേ? മലയാളം ആൻസർ മലയാളത്തിൽ നോട്ട്ബുക്കിൽ എഴുതിയാ മതിയോ? നോട്ട്ബുക്ക് ഒന്നും പറ്റത്തില്ല. ഓക്കെ, ഇന്ന് പ്രശ്നമില്ല. ആദ്യം ക്വസ്റ്റ്യൻസ് എഴുതി പിന്നെ മിസ് ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ ആൻസർ സ്റ്റാർട്ട് ചെയ്താ പോരെ? യെസ്, ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് എഴുതിയാൽ മതി. ഇപ്പൊ ക്വസ്റ്റ്യൻസ് എഴുതിക്കോ. മലയാളത്തിൽ പറഞ്ഞോളിട്ടോ. The first question is, educational objectives are achieved through dash. കിട്ടിയെന്ന് എനിക്ക് അറിയാം. Okay. The second question is, aim of school organization. ഒന്നാമത്തേന് 1 മാർക്ക്. ഞാൻ റീഫ്രഷ് അടിച്ചു തരുന്നത്. മിസ് ക്വസ്റ്റ്യൻ പറഞ്ഞ് കേട്ടില്ലായിരുന്നു. ഒന്നും കൂടി ഞാനും കേട്ടില്ല, അതാണ് നിക്കണ. ശരിക്കും പിന്നെ 8:30 നിങ്ങളെ സെഷന്? 8 മണിക്ക്. 8 മണിക്ക്. ശരി. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്ഡ് ത്രൂ ഡാഷ്. ലേണിംഗ്.
നല്ല കോമഡി. എഡ്യൂക്കേഷണൽ എഴുതിക്കോ എഴുതിക്കോ എല്ലാരും സൈലന്റ് ആയിട്ട് എഴുതുക. ആൻസർ ലാസ്റ്റ് എഴുതിയാൽ മതി. ഇപ്പൊ ക്വസ്റ്റ്യൻ എഴുതുക. The second question is okay. ഫസ്റ്റത്തെ ക്ലിയർ ആയില്ല മാം. സൗണ്ടിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എനിക്കാണോ അറിയില്ല. അല്ലെങ്കിൽ എന്റെ ഇങ്ങനെ ഫെയ്ഡ് ആവും സൗണ്ട്. ഓക്കെ. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആർ achieved through dash. Okay. The next question is the aim of സ്കൂൾ ഓർഗനൈസേഷൻ. ഒന്നാമത്തേന് 1 മാർക്ക്. അതെവിടെ അടയാളപ്പെടുത്തണം കേട്ടാ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഞാൻ പെയർ ആക്കി തരും. അപ്പൊ നിങ്ങൾ എന്താക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആക്കാം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ പേപ്പർ. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ എയിം അല്ലെങ്കിൽ ഗോൾ ഓഫ് സ്കൂൾ ഓർഗനൈസേഷൻ. ഡാഷ് ഈസ് സ്കൂൾ ഓർഗനൈസേഷൻ. മൂന്നാമത്തേത്. രണ്ടാമത്തെ മാർക്ക് 3, മൂന്നാമത്തെ മാർക്കും 3. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് ക്ലിയർ ആയില്ല. എന്താ? ഒരാൾ ഫാസ്റ്റ് ആയിട്ട് എഴുതി എന്നിട്ട് നമുക്ക് ചാറ്റ് ബോക്സിൽ ഇടാം. മിസ്രിയസ് ഫാസ്റ്റ് ആയിട്ട് എഴുതട്ടാ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എയിം ഓഫ് സ്കൂൾ ഓർഗനൈസേഷൻ. മിസ് എഡ്യൂക്കേഷൻ ഗോൾസ് അല്ലേ? ലേണിംഗ് അല്ലെ? രണ്ടാമത്തെ ഒരു ചെയ്യോ? എയിം മാത്രം എഴുതിയാ പോരെ? ഇല്ലേ? എയിം ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ 2 പഠിച്ചിരിക്കണേ. ഒന്ന് എയിമും ഒന്ന് പേർപ്പസും. അപ്പൊ ഇവിടെ നമ്മൾ എയിം ആണ് പഠിച്ചിരിക്കുന്നത്. ഒരു ഹെൽപ്പ് ചെയ്യോ? അല്ല, ഒരാൾ എഴുതിയിട്ട് ചാറ്റ് ബോക്സിൽ ഇട്ടാ പിന്നെ എല്ലാവർക്കും ഉപകാരമാവുമല്ലോ. എല്ലാരും എഴുതിക്കോ. മിസ്രി എന്തായാലും ചാറ്റ് ബോക്സിൽ എഴുതിക്കോ. അപ്പൊ വിട്ടുപോയത് നോക്കിട്ട് എടുക്കാം. ഓക്കെ. The second question is aim of school organization. The third question is dash is school organization. മിസ് ക്വസ്റ്റ്യൻ ക്ലിയർ ആവണില്ല. കട്ടായി വരുന്നുണ്ട് സൗണ്ട്. ക്വസ്റ്റ്യൻ കേൾക്കുന്നില്ല. എല്ലാരും മ്യൂട്ടാക്കി, എന്നാലേ എന്റെ സൗണ്ട് എല്ലാവർക്കും കേൾക്കുള്ളൂ. മ്യൂട്ടാക്കി. Wait a moment. അതായത് the second question is aim of school organization. Aim, A-I-M, aim of school organization. Third question is dash is school organization. ഒന്നുകൂടി പറയാം സാർ. Next question, the process of planning in an the process of educational planning. The process of educational programs കണ്ടിട്ടാ. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞു. The process of educational programs in an educational institution is called dash. The process of educational programs in an educational institution is called dash. അറിയോ അറിയണം. Okay. Dash മിസ് ആ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് എന്തേനു? ഇൻസ്റ്റിറ്റ്യൂഷൻ is called dash. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് എന്താ?
എഡ്യൂക്കേഷണൽ ഗോളാ? സ്കൂൾ ഓർഗനൈസേഷൻ. എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ് ആർ അച്ചീവ്ഡ് ത്രൂ ഡാഷ്. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റ് ആർ അച്ചീവ്ഡ് ത്രൂ ദാറ്റ്. അതിന് 1 മാർക്കാണ്. എയിം ഓഫ് സ്കൂൾ ഓർഗനൈസേഷന് 3 മാർക്കാണ്. ഡാഷ് ഈ സ്കൂൾ ഓർഗനൈസേഷന് 3 മാർക്കാണ്. ഓക്കെ, ഇപ്പൊ ചോദിച്ചതല്ലേ ഇത് അല്ലേ? ഇതിന് 1 മാർക്കാണ്. ഒരേ 1 മാർക്ക്. പറഞ്ഞത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ഈസ് ദ important factor in institutional planning is dash. അല്ല, ഫസ്റ്റ് ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ Dash is the important factor in institutional planning. അത്ര മതി. Dash is the important factor in institutional planning. അടുത്തത് അതിന് 1 മാർക്കാണ്. What are the what are the criterias means മാനദണ്ഡങ്ങൾ. What are the criteria should be considered while making a classroom? അത് പിന്നെ ആ പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. അതിന്റെ അത് വിശദീകരിക്കണ്ടല്ലോ. വിശദീകരിക്കണം ഓരോന്ന് വെച്ചിട്ട്. എക്സാമ്പിൾ പറഞ്ഞ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? അതാണ് പോയിന്റ് വരുന്നത്. ഓക്കെ, the last question is അപ്പൊ അതിന് എത്ര മാർക്ക് ആയിരിക്കും? അതിന് 8 മാർക്ക് പിടിക്കട്ടെ, കിടന്നോട്ടെ. 8 മാർക്ക് കിടക്കട്ടെ. അത് കുറച്ച് എഴുതാറുണ്ട്. അത് അല്ലടാ, അതിങ്ങനെ ഒരു പോയിന്റ് അത് എക്സ്പ്ലെയിൻ, ഒരു പോയിന്റ് അത് എക്സ്പ്ലെയിൻ. ഓക്കെ, ഓർമ്മയുണ്ടോ? ഏതാ വലിപ്പം അതാണോ? സൈസിന്റെ ലൈറ്റ്? യെസ് അതാണ്. ഇനി അടുത്തതാണ് what are the physical conditions of a school? Physical conditions of a school. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോ. അത് ആ 3 വിശദീകരിക്കണം. നല്ലോണം മാക്സിമം നിങ്ങൾ വിശദീകരിക്കുക. ക്വസ്റ്റ്യൻസ് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് കറക്ഷൻ ചെയ്ത് നോക്കോ? നോട്ട്ബുക്കിൽ എഴുതിയാ പോരെ മിസ്സാ? എന്റെ കൈ വരക്കുന്നു, ഞാൻ വാട്സാപ്പിൽ എഴുതിയാൽ മതിയോ? മലയാളത്തിൽ എഴുതിയാ മതി മിസ്സേ. മലയാളത്തിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം, മലയാളം ആണെങ്കിൽ മലയാളം മാത്രം. ഇതിന്റെയൊക്കെ അർത്ഥം ഞാൻ ഇന്ന് പറഞ്ഞുതരും. പറഞ്ഞില്ല. എഡ്യൂക്കേഷൻ അർത്ഥം ഒന്ന് പറഞ്ഞുതരാം. അയ്യോ ഓക്കെ, ഇന്ന് ഞാൻ പറഞ്ഞുതരും. നിങ്ങൾ എക്സാം വരാന്നവരെ ഞാൻ പറഞ്ഞുതരും, പക്ഷെ എക്സാമിന്റെ അന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്. അല്ല, അപ്പൊ അല്ലേ മാം ഒരു സംശയം ചോദിക്കട്ടെ? ഇത് നമുക്ക് മലയാളത്തിൽ എക്സാം എഴുതാലോ? അപ്പൊ എക്സാമിന് അപ്പൊ നമ്മള് അർത്ഥം അറിയാത്ത പറഞ്ഞു തരുമോന്നാ ചോദിക്കണേ? ആ എക്സാം ആവുമ്പോഴേക്ക് നിങ്ങള് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് പ്രാക്ടീസ് ആവും. ഓക്കെ, അപ്പൊ നിങ്ങള് ലാസ്റ്റ് എക്സാം കാണുമ്പോ അർത്ഥം പോലും വേണ്ട, സ്റ്റാർട്ടിങ് കിട്ടുമ്പോ തന്നെ ഇതിന്റെ ആൻസർ ഇതാന്ന് കിട്ടുന്ന ലെവലിലേക്ക് നിങ്ങളെ പഠിപ്പിക്കും. ഉറക്കത്തിൽ പോലും ചോദിച്ചാൽ പറയും, ആ ലെവലിലാക്കി തരും. പക്ഷെ നിങ്ങൾ ക്ലാസ്സിൽ കയറണം. ക്ലാസ്സിൽ കയറാണ്ട് ഉറങ്ങുന്ന നിങ്ങള് സജിമ മോളെ എണീക്കും മോളെ ക്ലാസ്സിന്റെ മോളെ ഒന്നും വിളിക്കാൻ എനിക്ക് പറ്റത്തില്ല ഗൈസ്. സോ ക്ലാസ്സിൽ കയറുക, എല്ലാ ആക്ടിവിറ്റിയിലും
ഏറ്റവും മുന്നിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ആർക്കാണ് ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് ഭയങ്കര സങ്കടം എന്ന് പറയുന്നത് ഇവിടെ? അങ്ങനെയുള്ള സങ്കടങ്ങൾ എന്റെ അടുത്ത് തന്നെ ഒന്ന് പറയുക, ഞാൻ പരിഹരിച്ചു തരാം. ഓക്കെ, അല്ല അതും മലയാളത്തിലാക്കിയ പോലെ ക്വസ്റ്റ്യൻ അത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നതാണ്. നിങ്ങളെ എന്റെ അല്ല, പിള്ളേർക്ക് ബുക്ക് മലയാളത്തിൽ തന്ന സ്ഥിതിക്ക് അതിന്റെ ചോദ്യം മലയാളത്തിൽ തരണ്ടേ? അതാണ് ശരിക്കില്ലേ ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ റിക്വസ്റ്റ് ചെയ്തു, കുറച്ച് ഗ്യാപ്പിൽ വന്നിട്ടുള്ള സ്റ്റുഡൻസ് ആ നമ്മുടെ സ്റ്റുഡൻസ്, സോ മലയാളത്തിൽ എഴുതാനുള്ള ഓപ്ഷൻ തരണം. അവര് കാലം കഴിയുമ്പോൾ ഓക്കെ പറഞ്ഞു, ഇത് പോയിട്ട് ക്വസ്റ്റ്യൻസ് കൂടി ആക്കി തരും എന്ന് പറഞ്ഞാൽ ചവിട്ടി പുറത്താക്കും. അതായത് അവര് പറയുന്നത് ഇതാണ്, ഈ ക്വസ്റ്റ്യൻസിന്റെ മീനിങ് അറിയാത്ത ടീച്ചറെ നിങ്ങൾ എങ്ങനെ ടീച്ചറായിട്ട് വിടും സ്കൂളിലേക്ക് എന്നാ ചോദിക്കണേ. അത് സത്യാണ്. അത് സത്യം തന്നെയാണ്. പക്ഷെ ചില വാക്കിന്റെ കിട്ടാഞ്ഞാലിപ്പോ പഠിക്കുക. നിങ്ങൾ ഈ ഒരു കോഴ്സിൽ വന്നിട്ട് മെയിൻ ആയിട്ട് നിങ്ങളെ കടിച്ചാ പൊട്ടാത്ത വേർഡ്സ് കുറച്ച് പഠിച്ചു വെക്കണം. ഓക്കെ, മനസ്സിലായിട്ടോ? എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്ഡ് ത്രൂ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് ഡാഷിലൂടെയാണ്. എയിം ഓഫ് സ്കൂൾ ഓർഗനൈസേഷൻ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ലക്ഷ്യമാണ് ചോദിച്ചിരിക്കുന്നത്. സ്കൂൾ ഓർഗനൈസേഷന്റെ ലക്ഷ്യം ഇന്നതാണ് എഴുതുക. ഡാഷ് ഈ സ്കൂൾ ഓർഗനൈസേഷൻ, ഇന്നതാണ് സ്കൂൾ ഓർഗനൈസേഷൻ. രണ്ടാമത്തേതില്ലേ 3 പോയിന്റ് എഴുതിയാ മതിയോ? 3 മാർക്കല്ലേ ഉള്ളൂ, ഫുള്ള് എഴുതണ? രണ്ടാമത്തെയോ? അതിന് പോയിന്റ് സ്കൂൾ ഓർഗനൈസേഷൻ പോയിന്റ് ആണോ? ആരെവിടെ? അത് സ്കൂൾ ഓർഗനൈസേഷൻ ലക്ഷ്യം ലക്ഷ്യം വാക്യങ്ങൾ അത് അതായത് അത് രണ്ട് മൂന്ന് വരെ ഉണ്ടാവും. ഒരു ഷോർട്ട് നോട്ടാണ്. അത് ഒരു ഷോർട്ട് നോട്ടാണ്. ഓക്കെ, അതായത് പോയിന്റ്സ് വരുന്ന സാധനം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? അതിന്റെ പേരാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്കൂൾ ഓർഗനൈസേഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. അതാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക അല്ലെ? അതായത് ഒരു വിദ്യാഭ്യാസ എന്താ പറയാ, നിങ്ങൾ ടെക്സ്റ്റ് പറഞ്ഞ പോലെ തന്നെ പറയണമെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തില് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ എന്താ പ്ലാൻ ചെയ്യുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു നിങ്ങൾ പഠിച്ചില്ലായിരുന്നോ? ആസൂത്രണം ചെയ്യുന്നതിനെ, ഒരു വിദ്യാലയത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്യുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു എന്ന് പഠിച്ചില്ലേ? ഒരു പാരഗ്രാഫ് തന്നെ ഉണ്ട് അതിന്. ഓക്കെ, എന്റെ ഇപ്പുറം പറയാൻ പറ്റില്ല, പിന്നെ ഞാൻ തന്നെ എഴുതേണ്ടി വരും. അടുത്ത എന്തായിനോ? ഡാഷ് ഈസ് ദ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ് ഇത്. പ്രധാന ഘടകം അല്ലെ? പ്രധാന ഘടകമാണ് ഇത്. ഇനി അടുത്തത്, വാട്ട് ആർ ദ ക്രൈറ്റീരിയാസ് ഷുഡ് ബി കൺസിഡർ വൈൽ എന്നാണ് കേട്ടോ. മേക്കിംഗ് എ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മാനദണ്ഡങ്ങൾ. വാട്ട് ആർ ദ ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് എ സ്കൂൾ? ഇത് എന്താണ്? ഭൗതിക. ഓക്കെ ഓക്കെ, ഭയങ്കര കരച്ചില, പനിയാണ്, അങ്ങനെ ഭയങ്കര കരച്ചിലൊക്കെ. ഓക്കെ, അറിയിക്കോ. അപ്പൊ ഇതില് അറ്റൻഡ് ചെയ്തവർക്കാണ് ഇടാ, അതൊന്ന് അറിയിക്കണേ ആരാന്ന് വെച്ചാല്. അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? എന്തുവാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യന്? അഞ്ചാമത്തെ ക്വസ്റ്റ്യനോ? ഡാഷ് ഈസ് ദ ഇമ്പോർട്ടന്റ് പാറ്റേൺ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. ഫാക്ടർ അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിലെ പ്രധാന ഘടകം, സ്ഥാപനാസൂത്രണത്തിലെ പ്രധാന ഘടകമാണ് ഇത് എന്ന് പറയുന്നുണ്ട്. ഏതാന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക, എഴുതുക. ഓക്കെ, അതുപോലെ അടുത്തതായിട്ട് പറയുന്നത് മാർക്സ് ഒക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങൾക്ക് പേരിട്ടരും. പേരിട്ട് കഴിഞ്ഞാല് ഇപ്പൊ റിഷാനയും സഫൂർ ആണെങ്കിൽ സഫൂർ റിഷാനൊക്കെ അയച്ചു കൊടുക്കാം, റിഷാന സഫൂറൊക്കെ അയച്ചു കൊടുക്കാം. ഓക്കെ, മാർക്ക് വേഗം. റിഷാന നമ്മളെ ഇത്ര മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കരുത്. എഴുതുമ്പോഴേ ബുക്കിലുള്ള അതേപോലെ എഴുതണ്ടല്ലേ? നമ്മൾ ഐഡിയ ഒക്കെ എഴുതിയാ പോരെ? എഴുതിക്കോ. പക്ഷെ ബുക്കും നിങ്ങൾ എഴുതുന്നത് തമ്മിൽ ആകാശവും ഭൂമിയും പോലെ ആയി പോവരുത്. ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ വേണം. ഓക്കെ, ഫസ്റ്റ് 5 മാർക്ക് ഓരോ മാർക്ക് ഇതാണ്. അല്ല, നിങ്ങളല്ലേ വർത്താനം പറയുന്നത്? നിങ്ങൾ ആ 7ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. അതിനുണ്ടല്ലോ എത്ര എഴുതാനുണ്ടെന്ന് അറിയാം. എല്ലാത്തിനും മാർക്കുകളൊക്കെ ഒന്ന് പറഞ്ഞില്ല. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് അതൊന്നുകൂടി പറയാം. 1ാമത്തെ ക്വസ്റ്റ്യന് 1 മാർക്ക്, 2ാമത്തെ ക്വസ്റ്റ്യന് 3 മാർക്ക്, 3ാമത്തെ ക്വസ്റ്റ്യന് 3 മാർക്ക്, 4ാമത്തെ
മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഡാഷ് ആയിട്ടില്ല, അപ്പൊ കൊറേ എഴുതേണ്ടി വരുമോ? സ്കൂൾ ഓർഗനൈസേഷൻ എന്താണെന്ന് എഴുതണം. അത് ലാസ്റ്റ് എൻഡിങ്ങിൽ വരുന്ന ഒരു ഡാഷ് ആണ് കേട്ടാ. ഓക്കെ, അടുത്തത് 4-മത്തേതിന് 1 മാർക്ക്, 5-മത്തേന് ഐ തിങ്ക് എത്രയായിരുന്നു ഞാൻ തന്നെ 1 മാർക്ക്, 6-മത്തേന് 8 മാർക്ക്, 7-മത്തേന് 15 മാർക്ക്. അല്ല മിസ് 2, 3 ഒന്ന് പറഞ്ഞു തരുമോ? മിസ് 7-മത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണോ മൊത്തം? 2, 3 മാർക്ക് ഒന്ന് പറഞ്ഞു തരുമോ മിസ്സേ? മിസ് നോട്ടിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണോ? വാട്സാപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് അയച്ചു കൊടുത്താ പോരെ? 2-മത്തേന് 3 മാർക്ക്, 3-മത്തേന് 3 മാർക്ക്. പറ്റുവേ നിങ്ങൾ പേപ്പറിൽ എഴുതണം. ഇതിപ്പോ ഞാൻ മറന്നുപോയ കാരണം കൊണ്ടാണ് നിങ്ങൾക്കും ആ ഒരു കൺസിഡറേഷൻ തന്നിരിക്കുന്നത് കേട്ടോ. ഉറപ്പായിട്ട് പേപ്പറിലാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഇത് മലയാളത്തിൽ എഴുതാണ് ഫുള്ള് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ എഴുതാണ് ഫുള്ള് ഇംഗ്ലീഷിലാവണം. അങ്ങനല്ലേ? പക്ഷേ ഇല്ലേ, ഈ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ഇംഗ്ലീഷ് തന്നെയല്ല പറഞ്ഞ, മലയാളം തന്നിട്ടില്ലല്ലോ. മ്യൂട്ട് പറഞ്ഞിട്ട് ചോദിക്ക്. സ്കൂൾ ഓർഗനൈസേഷൻ മലയാളത്തില് ടെക്സ്റ്റ് ഉണ്ട്. അതിന്റെ സംഭവം സംഘടന എന്തോ അല്ലേ? ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. സംഘടന എന്തോ ആണ് തോന്നുന്നു. അല്ലേ അങ്ങനെന്തോ ആണ്. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ മുട്ടുന്ന്. ഈ സ്കൂൾ സംഘടന എന്നാണോ? സ്കൂൾ ഓർഗനൈസേഷൻ ഒന്നാമത്തെ ആൻസറോ? അതിൽ തന്നെ ഉണ്ട്. ഒന്നാമത്തെ ഉത്തരം. നിന്റെ ആൻസർ ആണ് സംഘടനയൊക്കെ. ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ അറിയാലോ. അതല്ല, ഞാൻ ചോദിക്കട്ടെ. സ്കൂൾ ഓർഗനൈസേഷൻ ഇംഗ്ലീഷിലാ പറഞ്ഞെ, മലയാളം തന്നിട്ടില്ല. അതെ, സ്കൂൾ ഓർഗനൈസേഷൻ മലയാളം എന്താണ് മലയാളം തന്നിട്ടുണ്ട്. ടെക്സ്റ്റിലുണ്ട് മലയാളം. ഫസ്റ്റ് ഭാഗത്തുണ്ടല്ലോ, അതല്ലേ? അതല്ല, ഇത് മിസ് വേറെ പറഞ്ഞു തന്നത്, അതല്ല. എന്റെ സുന്ദരികളെ, ഞാൻ നിങ്ങൾക്ക് എവിടെയാണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ആൻസർ വരുന്നത്? എത്രാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ നോക്കട്ടെ. ഇതില്ല, പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഈ സ്കൂൾ ഓർഗനൈസേഷൻ എന്തേനു? സ്കൂൾ ഓർഗനൈസേഷൻ അല്ല, നമുക്ക് ഇംഗ്ലീഷ് അല്ല പറഞ്ഞെ മിസ്. ഞാൻ ചോദിക്കട്ടെ ഒരു മിനിറ്റ്, എയിം ഇംഗ്ലീഷ് അല്ല പറഞ്ഞെ? അതൊക്കെ ഇംഗ്ലീഷിൽ എഴുതിക്കോ മിസ്. അതൊരു സെന്റൻസ് ഒക്കെ എഴുതാനല്ലേ ഉള്ളൂ. തേർഡ് വണ് ഒരു സെന്റൻസോ ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് വരാട്ടെ നിങ്ങൾക്ക്. അതിന് 3 മാർക്ക് കിട്ടും. മിസ് എത്ര മിനിറ്റാ? 8:30 വരെ സമയമുണ്ട്. ഇതൊന്നും എഴുതിക്കോ. എങ്ങനെ? 9 വരെ 9 വരെ 9:30 വരെ അല്ലേ? എഴുതിക്കോ. വീഡിയോ ഓഫ് ആക്കിക്കോട്ടെ. ആർക്കൊക്കെ ഞാൻ വീഡിയോ ഓഫ് ആക്കുന്നത് തീരെ സഹിക്കണല്ലാന്ന് പറയണ കേട്ടു. കണ്ടോണ്ടിരിക്കാൻ തന്നെ ഒരു സമാധാനം. എപ്പോഴും കാണണം. മിസ്സിനെന്തോ ഭക്ഷണം കഴിക്കാൻ ഇടക്ക് മുങ്ങേണ്ടി വരും തോന്നുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒന്ന് പറഞ്ഞേ. മിസ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, ഒന്ന് ശരിക്കും പറഞ്ഞു തന്നാ. അതിന്റെ അർത്ഥം ഒന്നും കൂടി ഒന്ന് പറഞ്ഞേ. അർത്ഥം ഒന്ന് പറഞ്ഞു തന്നാ. അതിൽ ഒബ്ജക്റ്റീവ്സ് എഴുതണ്ടല്ലോ. ഡാഷ് ഈസ് സ്കൂൾ ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചാണോ? ഒബ്ജക്റ്റീവ്സ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട എടി, അങ്ങനൊരു ഇന്നതാണ് സ്കൂൾ ഓർഗനൈസേഷൻ. എന്താണ് സ്കൂൾ ഓർഗനൈസേഷൻ എന്നുള്ളത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട്. സ്റ്റാർട്ടിങ്ങിലുണ്ട്. സ്റ്റാർട്ടിങ്ങിലെ പാരഗ്രാഫ്. ഒരു മിനിറ്റ്, ആ ചാപ്റ്ററിൽ ആദ്യത്തെ 2 വരിയാണ്, ഫസ്റ്റത്തെ 2 വരിയാണ് ഇതിന്റെ ആൻസർ. അതറിയോ? അതിന്റെ അർത്ഥം ഒന്നും കൂടി പറഞ്ഞുതരുമോ നിക്കണ്ട. മിസ്സേ, ഓ ഒന്നും കൂടി ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് അർത്ഥം പറഞ്ഞുതരുമോ? നിങ്ങൾ മലയാളത്തില് ക്വസ്റ്റ്യൻ ചെയ്താൽ മതിയായിരുന്നു. അതെ, പറ്റൂല. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ മലയാളത്തിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പബ്ലിക് എക്സാമിൽ പേപ്പർ വരേണ്ടത് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കാണും കൂടി ചെയ്യില്ല അവരൊക്കെ ആരാന്നും കൂടെ. അപ്പൊ ഫസ്റ്റ് അല്ലേ, അപ്പൊ അതിനോട് അതുകൊണ്ടാ മലയാളത്തിൽ പറഞ്ഞിരുന്നേ. നിങ്ങൾ ലാസ്റ്റത്തെ എക്സാമിന് എന്നെ കണ്ടു വിചാരിക്കും ഇത് നമ്മളെ ഷാന മിസ് അല്ല, നമ്മളെ മിസ് ഇങ്ങനെ അല്ല എന്ന് പറയും. എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്ഡ് ത്രൂ
വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് ഡാഷ് ത്രൂ ആണ്. അടുത്തത് എയിം ഓഫ് എഴുതിയെടുക്കുന്നുണ്ടോ? ഇത് എപ്പോഴും ആൻസർ എഴുതിയതിന്റെ ഒക്കെ. ഇപ്പൊ ഡാഷ് അല്ല, എയിം ഓഫ് സ്കൂൾ ഓർഗനൈസേഷൻ, ലക്ഷ്യം, സ്കൂൾ ഓർഗനൈസേഷന്റെ ലക്ഷ്യം ഇന്നതാണ്. അത് എപ്പോഴും എല്ലാവർക്കും മാറിപ്പോ. ലക്ഷ്യം ഏതാണെന്ന് ഓർമ്മയുണ്ടായിരിക്കണം. പർപ്പസ്, അടുത്ത പർപ്പസ് ഓഫ് സ്കൂൾ ഓർഗനൈസേഷൻ. അത് ഏതാണ്? ഉദ്ദേശം. പർപ്പസ് മീൻസ് ഉദ്ദേശം. ഉദ്ദേശം ചോദിച്ചാൽ ഉദ്ദേശം തന്നെ എഴുതണം. എയിം ചോദിച്ചാൽ എയിം തന്നെ എഴുതണം. അടുത്തത് ഈ എയിമിന് പകരം ചിലപ്പോ ഗോൾ എന്ന് ചോദിച്ചേക്കാം. അപ്പം വിചാരിക്കും ആരാ മിസ് എന്നോട് എയിം ആണ് എഴുതാൻ പറഞ്ഞത്, ഞാൻ അതേ എഴുതുന്നു പറഞ്ഞ് വാശി പിടിച്ചിരിക്കരുത്. ഗോൾ എന്ന് പറഞ്ഞാൽ എയിം എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഓക്കെ, അടുത്തത് ഡാഷ് ഈ സ്കൂൾ ഓർഗനൈസേഷൻ. ഡാഷ് ആണ് സ്കൂൾ ഓർഗനൈസേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതുക. ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. The process of educational program in an educational institution. എടാ അതിലൊരു തെറ്റുണ്ട്. ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ അതാ നോക്കണേ, എന്തോ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ. ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ആ പ്ലാനിങ് ചെയ്യുന്ന പ്രോസസ്സിനെ ഇന്നത് എന്ന് പറയുന്നത്. മിസ്സേ, ഞങ്ങളെ പേപ്പർ മൊത്തം വെട്ടും കുത്തും ഔട്ടാ. അതൊന്നും പ്രശ്നമില്ല. എല്ലാം കൂടി കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ ആവാത്തതുകൊണ്ട് മിസ്സേ. ഓക്കെ, അല്ല, വെട്ടും കുത്തും ഉണ്ടായിട്ട് പ്രശ്നമില്ല. ഈ എക്സാം ഇങ്ങനെ പോട്ടെ മിസ്സേ, ഈ എക്സാം ഇങ്ങനെ പോട്ടെ ഏതായാലും. ഇത് പ്രോസസ് ഓഫ് പ്ലാനിങ് നമ്മൾ ആദ്യം എഴുതിന് മിസ്സേ, പിന്നെ അത് വെട്ടാൻ പറഞ്ഞാണ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് കാൾഡ് എഴുതിയത്. ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഇവിടെ എഴുതുന്നുണ്ട്, അതിലുണ്ടല്ലോ പ്ലാനിങ്. മിസ് അത് വെട്ടിയിട്ട് എഡ്യൂക്കേഷനിൽ എഴുതാൻ പറഞ്ഞ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് പ്ലാനിങ് ടൈപ്പ് ചെയ്ത് വിട്ടോളി. പ്രോസസ് ഇനി ക്വസ്റ്റ്യൻ മാറ്റില്ലല്ലോ മിസ്, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കുറച്ച്. നിങ്ങൾ എഴുതിക്കോ. Programs in an educational institution is called the process of planning. എന്ത് പ്ലാൻ ചെയ്യുന്ന പ്രോസസ്സ്? എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. ഒരു സ്കൂളിലെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ പ്ലാനിങ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ആ അർത്ഥം മെല്ലെ മെല്ലെ വെച്ച് നോക്കിയാൽ വേഗം കണക്ട് ആവും കേട്ടാ. മിസ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ അല്ലേ? അപ്പൊ 3 പോയിന്റ്സ് എഴുതിയാ മതിയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യനോ ഏതായിരുന്നു? എയിം ഓഫ് സ്കൂൾ ഓർഗനൈസേഷൻ. ചക്കര വാവേ, നീ പറയണ കുറെ പോയിന്റ്സ് ഉള്ള സാധനമല്ല അതിന്റെ ആൻസർ. അത് വന്നിട്ട് ഫങ്ഷൻസ് ഓഫ് സ്കൂൾ ഓർഗനൈസേഷൻ ആണ്. ഇവിടെ നമ്മൾ എയിം ആണ് ചോദിച്ചേക്കുന്നത്. എയിം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു പാരഗ്രാഫ് ആണ്, ഒരു കുഞ്ഞ്, അതായത് ഒരു ഷോർട്ട് നോട്ട്, ഒരു 2 ലൈൻസ് ഉണ്ടാവും. സ്കൂൾ ഓർഗനൈസേഷന്റെ ലക്ഷ്യമല്ലേ മിസ്സേ ചോദിച്ചിട്ടുണ്ടായിരുന്നേ? ലക്ഷ്യമാണ്. ഞാൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്നും പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇന്ന് ഇട്ട് തരും. ഇതും പ്ലസ് ഇതും പഠിക്കണം. ഓക്കെ, ഇതെല്ലാം ടോട്ടലായിട്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, മിസ്സിന്റെ എക്സാം കഴിഞ്ഞ ഉടനെ ഈ ക്വസ്റ്റ്യൻസ് എനിക്ക് ഈ ടൈപ്പ് ചെയ്ത സാധനം എനിക്ക് വിട്ടുതരണം. അതിന്റെ കൂടെ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വിട്ടുതരും. എന്നിട്ട് സൺഡേ നമുക്ക് എന്തുണ്ട്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ? ആ മോളെ, അതൊന്ന് പറഞ്ഞാട്ടെ മോളെ. ഡാഷ് ഈസ് ദ ഇമ്പോർട്ടന്റ് ഫാക്ടർ. ഡാഷ് ആണ് എന്ത്? ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു മലയാളം ഇപ്പം പറഞ്ഞ, അതായത് വിദ്യാലയ ആസൂത്രണത്തില് ഇത് പ്രധാന ഘടകമാണ്. ഏത്? അങ്ങനെ ഒരു സാധനം. മിസ്, 4-മത്തെ ക്വസ്റ്റ്യൻ ആണോ ചേഞ്ച് ആക്കിയേ? 4-മത്തെ ആണോ? അത് ചേഞ്ച് ആക്കിയിട്ട് അയച്ചത് 4-മത്തല്ലേ? ഒന്നുമില്ല, ആ ഒരു പ്രോസസ് ഓഫ് അവിടെ ഒരു പ്ലാനിങ്ങിന്റെ കുറവുണ്ടെന്നേ ഉള്ളൂ. അതാണ് സാധനം കേട്ടോ. പ്രോസസ് ഓഫ് പ്ലാനിങ് എന്താണ്? ആദ്യത്തെ എക്സാമിന് ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നത്, കാരണം നിങ്ങൾ ആരോ സങ്കടം പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞിരിക്കണ്. നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തോളൂ, വേണമെങ്കിൽ കോപ്പി അടിക്കാനൊക്കെ സുഖമാണ്. അയ്യോടാ,
ഇപ്പൊ നല്ലോണം കൊപ്പിടിച്ചാലും കുഴപ്പമില്ല. ലാസ്റ്റ് ഒരു പിടുത്തം വീഴാനുണ്ട്. അന്ന് നിങ്ങൾ കണ്ണ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റത്തില്ല. അതിന് വരെ നോക്കാൻ ആളുണ്ട് ട്ടാ. സ്വന്തമായിട്ട് എത്തിയ പൊട്ട തെറ്റാണെങ്കിലും പ്രശ്നമില്ല. നിങ്ങളടുത്ത് പറഞ്ഞു നിങ്ങളെ മാർക്കിനല്ല ഇവിടെ പ്രാധാന്യം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താൻ ഒരു അവസരമാണ് ഗൈസ്. മിസ്സേ ഫോണില് ചാർജ് ഇല്ല. രാവിലെ മുതൽ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഈ എക്സാം പിന്നെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുമോ? അല്ലോ 1% ഉള്ളൂ. ഇപ്പൊ ഓഫ് ആവും. എഴുതാത്തവർക്ക് പണിഷ്മെന്റ് ഉണ്ട് കേട്ടോ, പേടിക്കണ്ട. അയ്യോ, സിറ്റുവേഷൻ കൊണ്ടാണ്. രാവിലെ മുതൽ കറണ്ട് ഇല്ല. ഇപ്പൊ ഓഫ് ആവും. എപ്പോഴാ ഓഫ് ആകാന്ന് അറിയാൻ പറ്റില്ല. 1% ചാർജ് ഉള്ളൂ. അതുവരെ എഴുതിയത് അയച്ചു കൊടുക്കുക, തീർന്നവരെ എഴുതിക്കോ, എന്നിട്ട് കൊണ്ട് തൃപ്തിപ്പെടുക. ഓക്കെ. പിന്നെ എക്സാം എഴുതാത്തവർക്ക് നെക്സ്റ്റ് എക്സാമുകളൊക്കെ മിസ്സാക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്നവരോടാണ് എക്സാം 3 തവണ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള എന്താണ് ഇമ്പോസിഷൻ ആണ് നിങ്ങൾക്ക് വരാം കേട്ടോ. ഹലോ ആ മോളെ, മിസ്സേ, എനിക്ക് ഇപ്പഴാ കേറാൻ പറ്റിയത്. എനിക്ക് നെറ്റ്വർക്ക് പ്രോബ്ലം ഉള്ളത് കൊണ്ട് കട്ടായി പോവാ വരും. അങ്ങനെ ഇപ്പൊ ഹസ്ബൻഡ് വന്നപ്പോഴാണ് ഇതൊന്ന് ഓൺ ആയത്, വൈഫൈ കണക്ട് ചെയ്തപ്പോ. എനിക്കൊന്നും കേൾക്കാൻ എന്ത് ചെയ്യാ? മിസ്സരിക്കുട്ടാ ഒന്ന് ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്ത മോളെ. ഓക്കെ ഓക്കെ. ആ ഒരു എന്റെ ആരാണ് ഇപ്പൊ പറഞ്ഞത്? ആ പറഞ്ഞ ആളോടാണ് പറയുന്നത്. അതില് എത്രാമത്തേടാ? 4-മത്തെ ക്വസ്റ്റ്യനില് ചെറിയൊരു ചേഞ്ച് ഉണ്ട്, അത് ഞാൻ ഇട്ടുതരാം. 4-മത്തെ ക്വസ്റ്റ്യനില് 4-മത്തെ ക്വസ്റ്റ്യൻ ഞാൻ അയക്കുന്നത് ഇട്ട മതി കേട്ടോ. എഴുതിക്കോ, ഒരുപാട് എഴുതാനുണ്ട്. അതായത് പല എക്സാമും ഭയങ്കര ടഫായിരുന്നു, ഭയങ്കര അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോ നമ്മുടെ സ്കൂൾ ഓർഗനൈസേഷൻ വരുന്ന ഒറ്റ കംപ്ലൈന്റ് എന്താണെന്നറിയോ? എല്ലാ ആൻസറും അറിയാം, പക്ഷെ എഴുതി 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 കൈ കടഞ്ഞു എന്ന് പറയും. അതുകൊണ്ട് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടാ എഴുതാനായിട്ട്. മിസ്സേ 4-മത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണ്ട. 4-മത്തെ ക്വസ്റ്റ്യൻ ഞാൻ താഴെ എഴുതിയിട്ടിട്ടുണ്ട്, അത് ആൻസർ ചെയ്യണം കേട്ടാ. ആ മറ്റേ ക്വസ്റ്റ്യൻ എന്തോ തെറ്റ് വന്നതുകൊണ്ടാണ്. ആൻസർ സെയിം തന്നെ അല്ലേ? ആ ആരെങ്കിലും പേര് സേവ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. ഒരു ഞാൻ ആരായിരുന്നു? മിസ്രി ആയിരുന്നില്ലേ ഇവിടുത്തെ ലീഡർ? ആരായിരുന്നു? ഞാനാണ് മിസ്. ജുമാന. പൊന്നുസേ, ഇനി എന്നും ഉണ്ടല്ലോ ക്ലാസ് തുടങ്ങുന്നതിന് ഒരു
ഒരു മിസ് ഒറ്റ മിനിറ്റ് കേട്ടോ, ഞാൻ ഇന്ന് ലീവ് ചെയ്യുന്നില്ല, ഞാൻ കംപ്ലീറ്റ് ആക്കി എക്സാം. ഒറ്റ മിനിറ്റ്. അപ്പൊ ലീഡറോടാണ് പറയണേ, എന്നെ ഒന്ന് ഒരു മണിക്കൂർ മുമ്പ് ഇൻഫോം ചെയ്യണം കേട്ടോ, ഞാൻ മറന്നു പോകുന്നത് നിങ്ങളെ ടൈം. ഓക്കെ. ഞങ്ങൾ എപ്പോഴോ വന്ന് കയറി 7:55 അതിന്റെ ഉള്ളിൽ കയറി ഇരിക്കുന്നുണ്ട്. ഫുള്ള് ഡയലോഗ് സോറി. ഇന്ന് ഓക്കെ, ഇന്ന് ഇനി മുതൽ അങ്ങനെ ആക്കാം. പുള്ളി എന്റെ സൈഡിലാണ് മിസ്റ്റേക്ക്. ഐ റിയലി സോറി, മറന്നുപോയി. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾ ഒരു വലിയൊരു ചർച്ച കഴിഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങൾ അതിനു വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇനി അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അതായത് വേഗം പോയിട്ട് അയ്യോ മിസ്സില്ല ക്ലാസ് ഇല്ല എന്നെല്ലാം പറയുന്നതിന് പകരം അതിന് നിങ്ങൾ പ്രൊഡക്റ്റീവ് ആയിട്ട് ആ ടൈമിനെ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം ഞങ്ങൾ കേട്ടോ. ഇന്ന് എൻജോയ് ചെയ്ത് മിസ്സേ, ഫുൾ എൻജോയ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു സത്യമായിട്ട്. ഞാൻ കരുതി ഇവിടെ വന്ന് കേറുമ്പോഴേക്ക് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഷാന മിസ് അങ്ങനെ അഷാന മിസ് ഇങ്ങനെ എന്നൊക്കെ പറയാം. ഞാൻ അതോടെ മിണ്ടാണ്ടിരുന്നേ. അപ്പോഴേക്ക് അടിപൊളി ചർച്ച. മാഷാ അള്ളാ, എന്റെ പിള്ളേർ പൊളി. ഇറങ്ങാൻ പോവാ മിസ്സേ. ഒന്നും ഇല്ലല്ലോ, മിസ് അടിപൊളിയല്ലേ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഞാൻ മിസ്സിനെ പേഴ്സണലി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു ടീം. ലവ് യു ഓൾ. എന്തായാലും ഇറങ്ങിത്തിരിക്കാൻ പോവാ, ഒരു രക്ഷയില്ല. ഇതൊന്ന് പാസ്സാട്ടെ ആദ്യം. വാവ്, ഗ്രേറ്റ്. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? ആ 7ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യോ ആരെങ്കിലും? ഏഴാമത്തെ ഞാൻ തന്നെ പറഞ്ഞുതരാം. വാട്ട് ആർ ദ ഫിസിക്കൽ കണ്ടീഷൻസ് ഓഫ് എ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾ എന്തൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്ര ക്ഷമയുള്ള ടീച്ചറെ കിട്ടണമെങ്കിൽ നിങ്ങൾ പുണ്യം ചെയ്യണം ഗൈസ്. ഓക്കെ, തീർച്ചയായിട്ടും. എല്ലാത്തിനും ചെയ്യണം അല്ലേ? എക്സാമിന്റെ ടൈം മിസ് ഇവിടെ വേണം കേട്ടോ മിസ്സേ. ഇപ്പത്തെ ടൈമിൽ എന്നെ പോലത്തെ നാലാളുണ്ടായിട്ട് കാര്യമില്ല. മിസ് 5ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ടും കൂടി. ആ 4 ഒന്ന് പറഞ്ഞുതരുമോ? സാഹചര്യങ്ങളെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? എല്ലാം അതിന്റെ ഉള്ളിലുള്ള എല്ലാം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പൊ നിങ്ങളെ കൊണ്ട് ആവുന്ന പോലെ ചെയ്യാം. പക്ഷെ എക്സാമിന്റെ അന്ന് ഫൈനൽ എക്സാമിന് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഒരു 4-5 പേജെങ്കിലും ഉണ്ടായിരിക്കണം. 15 മാർക്ക് വെറുതെ എണ്ണി തരൂലല്ലോ, കൊണ്ട് ഓർത്ത് നോക്കുക കേട്ടാ. പിന്നെന്തായിരുന്നു ചോദിച്ചേ? 4ാമത്തെ 5ാമത്തെ ആ 4 എക്സ്പ്ലെയിൻ ചെയ്യണ്ടെന്ന് ചോദിച്ചത്. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒന്ന് അർത്ഥം പറഞ്ഞുതരുമോ? എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്? എങ്ങനെ എഴുതേണ്ടത്? ഒറ്റ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിലെ പ്രധാന ഘടകമാണ് ഈ സാധനം. ഏത്? അതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടാ. ഓക്കെ, വിദ്യാലയ ആസൂത്രണം എങ്ങാനാണ് അതിന്റെ മലയാളം. ഓക്കെ, അതിന്റെ പ്രധാന ഘടകമാണ് ഡാഷ്. ഞങ്ങൾക്ക് ചൈൽഡ് സൈക്കോളജി ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ എടുത്തിട്ടില്ല. പറയോ? എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ മറ്റേ ഗ്യാങ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ സെക്കൻഡ് ചാപ്റ്റർ എടുത്തത്. കുഴപ്പമൊന്നുമില്ല, സെറ്റ് ആക്കാട്ടെ നമുക്ക്. ചൈൽഡ് സൈക്കോളജിയിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് കറക്റ്റ് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരും. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അതാണ് ഇപ്പോഴെ എക്സാം കഴിഞ്ഞ ആള് ചാർജ് ചെയ്തിട്ട് സെൻഡ് ചെയ്താൽ മതിയോ?
മിസ് ആറാമത്തെ ഈ ക്വസ്റ്റ്യൻ 6ാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ ആ ഓരോന്നും എഴുതിയിട്ട് ഇപ്പൊ അതിന്റെ ഓരോത് എഴുതണം അങ്ങനല്ല യെസ് യെസ് ഓരോന്ന് എഴുതിയിട്ട് ഒരു ഇപ്പം ഒരു എക്സാമ്പിൾ 4-5 ലൈറ്റ് ലൈൻസ് ഇല്ലേ ഒരു ടെസ്റ്റില് എന്തുവായിരുന്നു 4-5 പോയിന്റ് ഉണ്ടല്ലോ ആ യെസ് ഓരോന്നും യെസ് അതാണോ എഴുതണ്ടേ അതെ ആദ്യം വെളിച്ചം വെളിച്ചം ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു ആ അതെ എത്ര പോയിന്റ് എഴുതണോ അത് ഫുള്ള് എഴുതണോ ടെസ്റ്റൊക്കെ ഫുൾ പറഞ്ഞതൊക്കെ എഴുതിയാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ കുറക്ക് നേരം മാർക്കും കുറയും കേട്ടാ ഓക്കെ ഓക്കെ മിസ്സേ എനിക്ക് 6ാമത്തൊന്ന് പറഞ്ഞുതരോ മിസ്സേ? 6ാമത്തെ നിങ്ങളിത് ശീലമാക്കിയിട്ട് ലാസ്റ്റ് ഫൈനൽ എക്സാമിന് ചോദിക്കല്ലോ നിങ്ങളടുത്ത് പുറത്തിടും കേട്ടോ ആകെ 3 വാർണിംഗേ ഉള്ളൂ ഔട്ടാണ് Okay, what are the criteria should be considered while making a classroom? അതായത് what are the criteria? എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് should be considered നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത് എപ്പോ by making a classroom ഒരു ക്ലാസ് റൂം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മാനദണ്ഡങ്ങൾ ഏതൊക്കെ എന്തൊക്കെ മിസ്സേ മിസ്സേ ചില വേർഡ്സ് ഒക്കെ ഇംഗ്ലീഷ് മിസ് ചായ കുടിക്കാൻ പോയടാ. എഴുതാൻ പറ്റുമോ? ലൈറ്റ് അങ്ങനെയൊക്കെ പറ്റൂല 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 മലയാളം ആണെങ്കിൽ ഫുൾ മലയാളം ഇംഗ്ലീഷ് ആണെങ്കിൽ ഫുൾ ഇംഗ്ലീഷ് ഓക്കെ മിസ്സേ ലൈറ്റ് നേടി പോയിട്ട് അടിയില് പ്രകാശം നേടിക്ക് അത് കുഴപ്പമില്ലല്ലോ. എങ്ങനെ ടെക്സ്റ്റിൽ അങ്ങനെയല്ല ലൈറ്റ് ഉള്ളത്. നേടി പോയി അപ്പൊ അതിന്റെ അടിയില് പ്രകാശം നേടി കുഴപ്പമില്ലല്ലോ. ഞാനൊരു ഇത് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്കിപ്പോ ഒരു ആൻസർ മലയാളമാണ് എഴുതേണ്ടത് എന്നാൽ നമുക്ക് മലയാളം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അത് എങ്ങനെ തലകുത്തി മറിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ കിട്ടുന്നില്ല ആ ആൻസർ കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ഇംഗ്ലീഷ് കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ഇംഗ്ലീഷ് എഴുതി വെക്കാം. ചിലപ്പം നോക്കുന്നവർക്ക് ഒരു കുറച്ചൊരു ഇത് തോന്നിയിട്ട് നിങ്ങൾക്ക് മാർക്ക് തന്നാലോ ഇല്ലാണ്ട് അതിനേക്കാളും നല്ലത് ഒരു അരമാർക്ക് കിട്ടുന്നതല്ലേ. ഇതിപ്പോ ഒരു ഉത്തരം ഉണ്ട് അതിന്റെ മലയാളം എന്താന്ന് ഒരിക്കലും കിട്ടില്ല അപ്പൊ ഞാൻ ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കണ്. ഓക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എഴുതിക്കോ. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോ മാർക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എങ്കിലും ഒരു 1% ചാൻസിലൊക്കെ നമുക്ക് കിട്ടിയ ഇത് അതിനും നല്ല ഇംഗ്ലീഷിൽ എഴുതിയതിനും ശരിക്കില്ലേ. സത്യം പറഞ്ഞ ഇംഗ്ലീഷ് സിമ്പിൾ പെട്ടെന്ന് എഴുതി തീർക്കാം. മലയാളം എഴുതിയാൽ തീരത്തില്ല. മലയാളം കിട്ടില്ല മിക്സ് ആക്കി എഴുതാൻ വയ്യാണ് സുഖേനിയും. അല്ല ഞാൻ ആൻസർ പറയണത് എന്നാലും ഞാൻ പറയാ ഒരു ഡൗട്ട്. ഈ ബ്ലാക്ക് ബോർഡിന് മലയാളം ടെക്സ്റ്റിലും ഇല്ലാലോ. എടാ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എന്താ തന്നെ അത് എഴുതാം. ബ്ലാക്ക് ബോർഡ് തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അല്ലേ? ഹലോ സുന്ദരി സുന്ദരി ബാക്കിയൊക്കെ മലയാളത്തിൽ എഴുതി. ഇനിയിപ്പോ അതിന് ഇംഗ്ലീഷ് ആണ് ഉള്ളത്. ഞാൻ പറഞ്ഞോട്ടെ അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ തന്നിരിക്കുന്നത് അത് മലയാളം ഇംഗ്ലീഷ് ആ ലൈക്ക് അങ്ങനെ തന്ന സാധനം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. മലയാളം തന്നിട്ടുണ്ടെങ്കിൽ മലയാളം തന്നെ എഴുതാം. എന്താണോ ടെക്സ്റ്റിൽ തന്നത്. കാരണം നിങ്ങളുടെ ആൻസർ കീ പേപ്പർ നോക്കുന്നവർക്ക് ആൻസർ കീ അയച്ചു കൊടുക്കുമല്ലോ അതിൽ ടെക്സ്റ്റ് ആണ് കൊടുക്കുക. അതിലുള്ളത് പോലെയാണെന്നുണ്ടെങ്കിൽ അവര് അത് ഓക്കെ കുഴപ്പമില്ല എന്ന് പറയും. ഫിസിക്കൽ കണ്ടീഷൻസ് ഉള്ള മലയാളം എന്തേനോ ഭൗതിക സാഹചര്യങ്ങൾ മിസ് എഴുതി അതേപോലത്തെ ഇംഗ്ലീഷ് നമുക്ക് ചുരുക്കി എഴുതി കൂടെ?
ഇന്നിപ്പൊ നിങ്ങൾ ചുരുക്കി എഴുതിക്കോ. ഫൈനൽ എക്സാമിന് ഒരു ചുരുക്കലും ഒരു തിരുത്തലൊന്നും പറ്റത്തില്ല. എല്ലാം നേരെ പോകും. ഞാൻ ഇടക്ക് ഇറങ്ങിപ്പോയി. എന്തേനി ആരെയും വിളിച്ചോ? ചാലഞ്ചിന് ജയിക്കണം എന്നുണ്ടെങ്കിൽ നല്ല സ്പീഡ് വേണം, നല്ലോണം പഠിച്ചിട്ടുണ്ടാവണം. നിങ്ങൾക്ക് നോക്കി പറയാനൊന്നും സമയമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ചാലഞ്ചിന് പ്രിപ്പയർ ആയിട്ടിരിക്കണം. നമുക്ക് അടിച്ചു പൊളിക്കണം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടുകൊണ്ടേയിരിക്കും. ചെറുപറേന്ന് ആൻസർ പറയണം കേട്ടാ. നമുക്ക് നോക്കാം അന്നാണ് ആരാണ് പുലിക്കുട്ടി എന്നറിയാം നമ്മള്. അതുപോലെ എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവര് ഒരു മിനിറ്റ്, മോക്ക് അറിയുന്നുണ്ട്. ഓക്കെ, എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവര് ഞാൻ ഗ്രൂപ്പിൽ ഇടുന്ന ചാർട്ടിലോട്ടേക്ക് നിങ്ങളുടെ പേര് ആഡ് ചെയ്യണം. ആരൊക്കെ എക്സാം അറ്റൻഡ് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ കൂടെ ഇംഗ്ലീഷിൽ എഴുതിയ ഒരു ബ്രാക്കറ്റിൽ ഇംഗ്ലീഷിന് പ്രത്യേകം മെൻഷൻ ചെയ്യണം കേട്ടാ. നിങ്ങൾ ഏതാണ് ഗ്രൂപ്പ്? ഏതായിരുന്നു? 3 2 പറഞ്ഞേ. 3 മിസ്സേ. 3 ഓക്കെ മിസ്സേ യാ. വിസ്തീർണം എഴുതാനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എഴുതണം. വിസ്തീർണം എവിടെ? നമ്മള് ജനലിന്റെ ഇത് പറയണ്ടല്ലോ, യെസ് 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 ഇമ്പോർട്ടന്റാ. യാ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്ര ഇനിയും മറന്നുപോയി പഠിച്ചിനിയും. ഷോടാ. മാം 7ാമത്തെ ക്വസ്റ്റ്യന് ഒരു സ്കൂള് പണിയുമ്പോ നമ്മൾ എന്തൊക്കെയാ ഭൗതികപരമായിട്ട് ശ്രദ്ധിക്കണം എന്നാ? 7ാമത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? എന്റെ കയ്യിൽ ഈ സംഭവം ഇല്ല. അതായത് ഒരു സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ ഇന്നതൊക്കെയാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആസ്ഥാനം തുടങ്ങുന്നത്. ആസ്ഥാനം തൊട്ട് ലാസ്റ്റ് ഫുള്ള് എഴുതണം കേട്ടാ. ഞാൻ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ നിങ്ങൾ ആഡ് ചെയ്ത് വരണം കേട്ടാ. മാം 6th one ഒന്നും കൂടെ ഒന്ന് പറയാം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്റെ ക്വസ്റ്റ്യൻ ഒക്കെ പോയി. വാട്ട് ആർ ദ ക്രൈറ്റീരിയ ഷുഡ് ബി കൺസിഡർഡ് ബൈ ഓക്കെ, ഒരു ക്ലാസ് റൂം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഞാൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങളെ പേര് എഴുതുക. മിസ് ഒരു മിനിറ്റ്, ഈ ഇംഗ്ലീഷ് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഒരു പാരാഗ്രാഫ് പോലെ എഴുതണ്ട, അല്ലെങ്കിൽ പോയിന്റ്സ് വെച്ചിട്ടാ? ഫുള്ള് നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ എഴുതണം. ലാസ്റ്റ് ആൻസർ ഫുള്ള് എസ്എ ക്വസ്റ്റ്യൻ അല്ലേ ചോദിക്കുന്നേ? അതെങ്ങനെ നമ്മൾ കുറെ എഴുതിയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പറ്റും, അതുപോലെ നിങ്ങൾ എഴുതണം കേട്ടാ. മിസ്സേ നമ്മൾ ഈ ഭൗതിക സാഹചര്യങ്ങളിലെല്ലാം എഴുതണം. പിന്നെ ആടാ ഭൗതിക സാഹചര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് എല്ലാം എഴുതണം കേട്ടാ.
കംപ്ലീറ്റ് എഴുതണം അല്ലേ? ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ. ലാസ്റ്റ് ഇതൊക്കെ ഇല്ലേ, ലാസ്റ്റത്തെ പോയിന്റ് ഒക്കെ ഫുള്ള് എഴുതണോ? ഏതാ ഫുള്ള് എഴുതണം. ഇപ്പൊ നിങ്ങൾക്ക് സമയം കുറവാണല്ലോ, നിങ്ങളെ കൊണ്ട് ആവുന്നത്ര എഴുതുക. എക്സാമിന് മാക്സിമം കംപ്ലീറ്റ് ആ കൺക്ലൂഷൻ വരെ എഴുതണം കേട്ടോ. അതുപോലെ ഇതിലിപ്പോ എല്ലാവരും എത്ര 1 2 3 4 5 6 7 പേര് വീഡിയോ ഓഫാണ്. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ തന്നെ ഓർത്ത് നോക്കിയേ, ഒരു ഓൺലൈൻ എക്സാമിന് വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇരിക്കുമ്പോൾ ഒരു ഇത് നോക്കിക്കേ. അപ്പൊ നെക്സ്റ്റ് ടൈം അങ്ങനെയുള്ളവരെ റിമൂവ് ചെയ്യൂ കേട്ടാ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം മക്കളെ. ഫൈനൽ എക്സാമിന് അത് ഭയങ്കര കമ്പൽസറി ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ മാറ്റീനെന്ന് പറഞ്ഞിട്ടില്ലേ? മാറ്റിയിട്ടൊന്നുമില്ല, സെയിം ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഒരു ചെറിയൊരു ആഡിങ്സ് വന്നോളൂ കേട്ടാ. പ്ലാനിങ് ആഡിങ്സ് ഏട് വന്നേ? ഞാനോടും കൂടി പറയാണ്, എന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് എനിക്ക് PM ചെയ്യണം നിങ്ങള്. അതായത് മിസ്സേ ഇങ്ങനെ പോരാ, നമുക്ക് ഇംഗ്ലീഷ് ആവണം എന്നുള്ള അഭിപ്രായങ്ങള് ഇപ്പം തന്നെ പറയാം മിസ്സേ. വെരി വെരി സൂപ്പർ അമേസിങ്. താങ്ക് യു, സന്തോഷമായി. ഏറ്റവും കൂടുതൽ പക്ഷെ നല്ല ഫസ്റ്റിലൊക്കെ കുറെ ലാഗ് ആയത് ഒരു മിസ്സിന്റെ പ്രശ്നമായിരുന്നു. അതായത് കേറാൻ ഒരു ലേറ്റ് ആകുന്നതാണോ പ്രശ്നം, അല്ലെങ്കിൽ അതല്ല പ്രശ്നം. ഏ ഞങ്ങളിങ്ങനെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോ മിസ് വരൂല. 2-3 ക്ലാസ്സിന് ഞങ്ങൾ മിസ്സിനെ നല്ലൊരു മിസ് ചെയ്തു. എനർജി കിട്ടേ മിസ്സിന്റെ ക്ലാസ്സിലിരിക്കും. ഇൻഷാല്ല ഇനി മുതൽ ഞാൻ അക്കാര്യം ഞാൻ എല്ലാരും ഒന്ന് മ്യൂട്ടാക്കിയേ, ഒരു സെക്കൻഡ്. എല്ലാരും ഒന്ന് മ്യൂട്ടാക്കിയേ, ഒരു കാര്യം പറയട്ടെ, എന്നിട്ട് മതി എക്സാം. ഓക്കെ, അതായത് എന്റെ ക്ലാസ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് ഉറപ്പായിട്ട് ഏത് നട്ടപ്പാതിരാക്ക് വന്നിട്ട് എന്റെ അടുത്ത് തന്നെ വന്ന് പറയാൻ നിങ്ങൾക്ക് ഞാൻ ഉറപ്പായിട്ട് ചേഞ്ച് ആക്കും. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു, ക്ലാസ് ഡിലേ ആവരുത്. അതുപോലെ നിങ്ങൾ കാത്തിരുന്നിട്ട് ക്ലാസ് ഇല്ലാന്ന് പറയരുത്, അല്ലേ? അല്ലേ? ഓക്കെ, ഈ 2 ഞാൻ അത് ശരിക്കും എന്തായാലും ഞാനത് സെറ്റ് ആക്കി തരും. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ പറയാം. മിസ് ഉണ്ടെങ്കിൽ പാതിരാക്ക് വന്ന് പറയൂ. എങ്ങനെ പാതിരാക്കും വന്ന് പറയുന്നു മിസ്റ്റേക്ക്. നിങ്ങൾ ഈ ഒരു ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഈ കോഴ്സ് വരെ പഠിച്ച ഏത് കോഴ്സ് പഠിപ്പിച്ച ടീച്ചറിന്റെയും ലാസ്റ്റ് സീനും എന്റെ ലാസ്റ്റ് സീനും നോക്കുക. നട്ടപ്പാതിരാക്കും ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഞാൻ എത്ര ലേറ്റ് ആയി മെസ്സേജ് അയച്ചാലും എനിക്ക് വേറെ റീപ്ലൈ എടുത്തുണ്ട്. അത് ഞാൻ കണ്ടെങ്കിൽ എങ്ങനെയാന്നറിയാം. ഇന്നലെ ഞാന് അപ്പൊ പറയാണ്, ഞാനൊരു മെസ്സേജ് അയച്ചിട്ട് റീപ്ലൈ തരില്ലേ ഇല്ല. ഞാൻ മറ്റേ ഇത് പറഞ്ഞിട്ട് എനിക്ക് റീപ്ലൈ ചെയ്തു. മിസ്സേ ഞാൻ ഇന്നലെ പരാതി പറഞ്ഞിട്ട് എനിക്ക് റീപ്ലൈ ചെയ്ത്. നമ്മുടെ അസുമാനെയാണ് കംപ്ലൈന്റ് കൊടുത്തല്ലേ? ശരി. ഞാനാ കംപ്ലൈന്റ് കൊടുത്തത്, ഞാനാണല്ലോ ലീഡർ. അപ്പൊ ഞാൻ പറഞ്ഞ എന്നോട് നോട്ട് ചോദിക്കാൻ പറയുന്നു. ഞാൻ നോട്ട് ചോദിച്ചിട്ട് മിസ്സാണ് റീപ്ലൈ അയക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നോട്ട്സിന്റെ കാര്യത്തിൽ എന്തായാലും എന്റെ അടുത്ത് 2-3 തവണ ചോദിച്ചാലേ കിട്ടുള്ളൂ. ഞാൻ മെസ്സേജ് വിട്ട് ബാക്കിയുള്ള കുട്ടികളൊക്കെ ഗ്രൂപ്പിലും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാരും മെസ്സേജ് വിട്ട് ചോദിക്കുക, നോട്ട് എവിടെ? ഞാൻ എവിടുന്ന് നോട്ട് എടുത്തു കൊടുക്കാനാ? ഫൈൻ. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നതിൽ ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ചിലർ കാണുന്നില്ല. മെസ്സേജ് കാണാത്തൊരു പ്രശ്നം കൊണ്ടാണ്. ഇനി ഞാൻ ഉറപ്പായിട്ട് നോക്കും. ഇനി ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നത് ഉബൈസാമിസ് കണ്ടതാണ്. ഉബൈസാമിസ് എന്താന്ന് ചോദിച്ചതാണ് ഞങ്ങളോട്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഞാനത് സോൾവ് ചെയ്തിട്ടുണ്ട്. മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ പറയണത്, ഞാൻ മെസ്സേജ് കാണുന്നില്ല, ഈ ദുഷ്ടത്തി എന്താ നോക്കാത്തേന്ന് വിചാരിക്കുമ്പോ അപ്പം മിസ് അടിച്ചോളാം. അപ്പൊ വിളിച്ചോ, ഏത് നട്ടപാതിരാ ഞങ്ങൾക്ക് വിളിക്കാനുള്ള പെർമിഷൻ ഞാൻ തരാണ്. ഓക്കെ, നട്ടപ്പാതിരാക്കാൻ ഞാൻ നല്ലൊരു മെസ്സേജ് അയച്ചത് മിസ്സിന്. ഇൽദേന്നുള്ള ബിൽഡിംഗ് അയച്ചത്. അത് ഇജ്ജേനു. അത് കറക്റ്റ്. ഞാൻ ഇന്ന് മെസ്സേജ് വിട്ട ഉടനെ റീപ്ലൈ തന്നാണ് എനിക്ക് അതിന്.
ഞാൻ എപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു കല്യാണം വന്നപ്പോ കുറച്ചൊന്ന് ഒരു ഹറിബറി ആയിട്ടുണ്ടായിരുന്നു. അല്ലാത്ത സമയത്തൊക്കെ ഓൺ ദ സ്പോട്ട് റിപ്ലൈ ഞാൻ മാക്സിമം കൊടുക്കലുണ്ട്. എന്റെ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ടുണ്ടായിരുന്ന സാധനം എനിക്ക് കംപ്ലൈന്റ് വന്നു. ഓ മൈ ഗോഡ്, ഞാൻ തകർന്നു പോയി. എനിവേ സാരില്ല, അത് ഞാനതൊരു പോസിറ്റീവായിട്ട് എടുക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് റിപ്ലൈ ഇല്ലെങ്കിൽ വിളിച്ച് ഭ്രാന്താക്കിക്കോട്ടോ. അതല്ല, എനിക്കൊരു മാർഗം ഇല്ലാത്തോണ്ട് അവസാനം ബേസാമിസിനോട് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്തിട്ടും റീപ്ലൈ ഇല്ലാത്തോണ്ട്. ഇറ്റ്സ് ഓക്കെ, അത് നല്ലതാ. നമ്മൾ ഇടയ്ക്ക് നമുക്കൊരു ബോധോദയം കിട്ടണമെങ്കിൽ അങ്ങനെ സാധനം വരണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി അങ്ങോട്ടേക്കും ഇനി ആദ്യം എന്റെ അടുത്ത് പറയണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് റീസൺ അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് എനിക്ക് ഒന്നുകൂടി ബെറ്റർ ആവാൻ ഹെൽപ്പ് ആവും. ഓക്കെ, കാരണം അറിയാനാണ് ഈ ഫോൺ എടുക്കണേ. അതായത് എനിക്കിപ്പം വന്ന മെസ്സേജ് എന്താ അറിയോ, മിസ്സിന്റെ ക്ലാസ്സിനെ കൊണ്ട് മിസ്സിനെ കുറിച്ച് നെഗറ്റീവ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പഠിച്ചോനെ, ഞാൻ ഇത്ര മാക്സിമം എഫേർട്ട് ഇട്ട് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. അതറിയുന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം എന്റെ അടുത്ത് ചോദിക്കാം, മിസ് എന്താ എനിക്ക് റിപ്ലൈ തരാത്ത, വീണ്ടും വീണ്ടും വിളിച്ചിട്ടൊക്കെ ചോദിക്കാം. അപ്പൊ ഞാൻ പറയും ഇന്നതാണ് കാരണം. അതായിരിക്കും ബെറ്റർ ഇട്ടാ. കാരണം നിങ്ങൾ പറയുന്നതല്ല എന്റെ അടുത്തേക്ക് എത്തുന്നത് 2-3 ആൾക്കാർ കഴിഞ്ഞ് വരുമ്പോ. മനസ്സിലായില്ലേ? അതൊന്ന് ശ്രദ്ധിക്കണം മക്കളെ. നമുക്ക് അടിച്ച് പൊളിച്ച് ഈ ഒരു വർഷം സൂപ്പർ ആയിട്ട് കംപ്ലീറ്റ് ആക്കണം. എങ്ങനെയുണ്ട് മിസ്, ഇതിന് തോറ്റോരുണ്ടോ? എന്റെ അറിവിൽ ഇല്ല എന്നതാണ്. എല്ലാരും ഞാൻ വന്നതിന് ശേഷം എല്ലാരും ജയിച്ചിട്ടുണ്ട്. അതിന് മുമ്പത്തെ ആൾക്കാർ എനിക്ക് അറിയില്ല. ഞാൻ ഇപ്പോ എത്ര വർഷമായി, 3-4 2-3 ബാച്ചസ് ഞാൻ എടുത്തു എന്തായാലും. ഓക്കെ, അപ്പൊ മക്കളെ അങ്ങനെ ഒരു ടോപ്പിക്. എന്തായാലും നിങ്ങളുടെ മാക്സിമം ഇടാ, നമ്മുടെ മാക്സിമം. ഞാനൊരു കാര്യം പറയാ, എന്റെ ക്ലാസ് കേട്ട് ഇവിടുന്ന് ഇറങ്ങുന്ന ഒരു ടീച്ചർ അടിപൊളിയായിരിക്കും. അത് ഞാൻ എവിടെ വേണമെങ്കിൽ എഴുതി തരും. ഓക്കെ, നമ്മുടെ ഇടയ്ക്കല് കുറെ ടിപ്സും കാര്യങ്ങളെല്ലാം തരും കേട്ടാ. അതുപോലെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആരൊക്കെ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അടുത്ത നിങ്ങളുടെ വർക്ക് വന്നിട്ട് ആ വീഡിയോയിലെ പോലെ എല്ലാവരും ആ സൗണ്ട്സ് പഠിച്ച് വീഡിയോ എനിക്ക് അയച്ചു തരണം. ഓക്കെ, ഇതിന്റെ മോക്ക് കൊടുത്ത വർക്കാണ്. വീഡിയോ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ മിസ്സേ. അത് ഒരു പ്രാവശ്യം ഒറ്റ വേർഡ്സിന്റെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാം മിസ്. എനിക്ക് അതെന്താന്ന് പിടുത്തം കിട്ടിയിട്ടില്ല. എന്താടാ പൊന്നെ, ഏത് വേർഡ്സടാ? എന്നെല്ലാം പറയുന്നത് എനിക്ക് മനസ്സിലായി. അതായത് നമ്മുടെ ഒരു ലെറ്ററിന് കുറെ ഭാഗങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോന്നായിട്ട് പഠിപ്പിച്ചു തരണ്ട. ഇപ്പൊ ഞാൻ അത് മാത്രം പറഞ്ഞുതരാം. അതിലൊരു പാർട്ടാണ്, അതാണ് ഫോണറ്റിക് അവയർനെസ് എന്ന് പറയും. ഫോണറ്റിക് അവയർനെസ് അതില്ലാത്ത ഒരു കുട്ടിക്ക്, 5 വയസ്സായിട്ടും അത് കിട്ടാത്ത ഒരു കുട്ടിക്ക് റീഡിങ്ങും നടക്കൂല. ഞാൻ പറയുന്നില്ലേ, എഡിറ്റേഷനിൽ എപ്പോ മാർക്ക് കുറവ്, എപ്പോ തെറ്റിക്കുന്നെല്ലാം പറയുന്നില്ലേ, അതൊന്നും നടക്കൂല. വായിക്കാൻ കഴിയില്ല, എഴുതാൻ വേണ്ടി പറ്റൂല ഇത് കവർ ചെയ്യാത്ത ഒരു കുട്ടിക്ക്. ഓക്കെ, അപ്പൊ ഒരു ലെറ്ററിന്റെ ഫൊണീം എന്ന് പറയും, ഗ്രാഫീം എന്ന് പറയും. ഒരു ലെറ്ററിന് എന്തൊക്കെയുണ്ട് മെയിൻ ആയിട്ട് പറഞ്ഞേ? ഫൊണീം, ഗ്രാഫി. യെസ്, ഫോണീം എന്ന് പറയുന്നത് ആ ലെറ്ററിന്റെ സൗണ്ട് ആണ്. ഗ്രാഫീം എന്ന് പറയുന്നത് എഴുതുന്ന രീതിയാണ്. മനസ്സിലായോ? ഒരു ലെറ്ററിന് 2 കാര്യങ്ങളാണ്, ഫോണീം, ഗ്രാഫീം. ഫോണീം എന്ന് പറഞ്ഞാൽ അതിന്റെ സൗണ്ട്, മറ്റേത് എഴുതുന്ന. യെസ്, വെരി ഗുഡ്. അപ്പോ അതിൽ കുറെ പാർട്സ് ഉണ്ട്. നമുക്ക് നാളെ അങ്ങനെ ഒരു സെഷൻ എടുക്കാം കേട്ടോ. റെഡി ആണോ? ആക്ച്വലി എന്റെ പാർട്ട് അല്ല അത്. എനിക്ക് നിങ്ങൾക്ക് സ്കൂൾ ഓർഗനൈസേഷൻ പറഞ്ഞ് പോയാൽ മതി. പക്ഷെ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, അപ്പോ ഇതിലുള്ള ഈ ഫൊണീമാണ്, എ എന്ന ലെറ്ററിന്റെ ഫൊണീമാണ് ആ. പലരും എയുടെ സൗണ്ട് ആ എന്നാണെന്ന് പറഞ്ഞു കൊടുക്കും. ഇറ്റ്സ് റോങ്, ടോട്ടലി റോങ്. ഒന്ന് ചേരിച്ചിട്ടുള്ള ആ എന്നാണ് എയുടെ സൗണ്ട്. അതുപോലെ നിങ്ങളുടെ കാണുന്നില്ലല്ലോ മിസ്സേ. കംപ്ലൈന്റ് പോയ ഏരിയ എനിക്ക് കിട്ടി. വേറൊരു കംപ്ലൈന്റ് മൂടാ, കാണും ഒരു പ്ലസന്റ് മൂടാണ് അങ്ങനെ. ഓക്കെ, അപ്പൊ ഒരു മിനിറ്റ്, എല്ലാരും പെൻ ഡൗൺ. ഞങ്ങളോട് പറഞ്ഞില്ലേ, ഇത് ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ മാർക്കിന് തീരെ ഇത് കൊടുക്കുന്നില്ല. എന്നാലും നിങ്ങൾ മാക്സിമം എഴുതണം കേട്ടോ, അത് വേറെ കാര്യം. ഓക്കെ, അടുത്ത എക്സാം മുതലാണ് ഞാൻ സീരിയസ് ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇത്തവണ നിങ്ങൾ ഇപ്പൊ ടെൻഷൻ ആവണ്ട. കാരണം ഒന്നാമത് ഞാൻ ലേറ്റ് ആയി, അതിൽ തന്നെ എന്റെ ഇതെല്ലാം പോയിക്കണേ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലെറ്ററിന്റെ ഒന്ന് നോക്കിയാലോ പെട്ടെന്ന് ചടപടേന്ന്. റെഡിയാണോ? ഇപ്പൊ എത്ര എഴുതി? 6 എഴുതി. ടൈമായി.
ടൈമായി. ഇത് മിസ്സിനെ ലാക്കണ്ട ലാസ്റ്റ് അതിന്റെ ഇടക്ക് സംസാരം അതിനെ കൊണ്ട് ഇത് പറ്റില്ല. മിസ്സിനെ ലാക്കണ്ട. അല്ല ഞാൻ പറയണേക്ക് ഇത് ഇറങ്ങി കഴിഞ്ഞിട്ട് ആ ലിസ്റ്റിൽ നിങ്ങൾ പേരേഡ് ചെയ്യണം. നിങ്ങളുടെ ഈ പേരിനെ സംസാരം കൊണ്ട് നമുക്ക് ഒന്നും വരുന്നില്ല മിസ്സേ. എന്ത് നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ സംസാരിക്കണത് കൊണ്ട് പഠിക്കണതൊന്നും എഴുതാൻ കിട്ടണില്ല. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞ ഇന്നത്തെ എക്സാം ഞാൻ അത്ര ഇതായിട്ട് കൊടുക്കുന്നില്ല. കാരണം എന്റെ മൈൻഡിൽ ഇല്ല ഇങ്ങനെ ഒരു എക്സാം, മറന്നുപോയി. അതുകൊണ്ട് ഇന്നത്തെ മാർക്ക് വലിയ പ്രശ്നമില്ല. ഇനി നിങ്ങൾക്ക് കുറഞ്ഞാലും പ്രശ്നമില്ല. പക്ഷേ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ലോകമാണ്. സോ അവിടെ നമുക്ക് തകർക്കാം. എനിവേ ഇവിടെ നമുക്ക് നോക്കാം. ഒരു ലെറ്ററിന് 2 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാ പെട്ടെന്ന് പറഞ്ഞേ. ഒന്ന് ഫോണിക്സ്, ഗ്രാഫീം. കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം ഫോണീം ഫോണറ്റിക് സൗണ്ട്സ് ആയിരിക്കും എന്നുള്ള കാര്യം അല്ലെ? ഓക്കെ, അതായത് ഒരു കുട്ടിക്ക് 23 ബേസിക് ലേണിംഗ് സ്കിൽസ് ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടി പഠനത്തില് ബാക്ക്വേർഡ് ആകും എന്നുള്ളതാണ്. എത്രണ്ണം ഉണ്ട്? ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് വേറെ ഏടെ നീ ക്ലാസ് കിട്ടൂല. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടൂല, ഏടെ നോക്കിയാലും കിട്ടൂല. 23 ബേസിക് ലേണിംഗ് സ്കിൽസ് അല്ലെങ്കിൽ ഒരു അടിത്തറ വേണമെന്ന് പറയുന്നില്ലേ? 5 വയസ്സിനുള്ളിൽ 23 ബേസിക് ലേണിംഗ് സ്കിൽസിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാലായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നില്ല എല്ലാ കുട്ടികളും ഒരേപോലെ പഠിപ്പിക്കുന്നത്. പക്ഷെ ചില കുട്ടികൾ നല്ലോണം പഠിക്കുന്നു, ചില കുട്ടികൾ തീരെ പഠിക്കുന്നില്ല, ചിലർ ആവറേജ് ആയി പോകുന്നത്. ഈ ബേസിക് ലേണിംഗ് സ്കിൽസ് കുറയുന്നതാണ് ഇതിന് കാരണം. മനസ്സിലായോ? ഓക്കെ, 23 എണ്ണത്തില് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു ലെറ്റർ ഫോർമേഷൻ, അതായത് ഗ്രാഫീം. ലെറ്റർ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു കുട്ടിയോട് നിങ്ങൾ പറയാണ് മക്കളെ എ എഴുത് എന്ന് പറയുക. എ എഴുതെന്ന് പറയുമ്പോ ഈ കുട്ടി എങ്ങനെ എഴുതുന്ന വെച്ചാല് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ഒരു എ എഴുതി തരാണ്. കാണുന്നുണ്ടോ എന്തോ? അത് കാണുമ്പോ നമുക്കിത് കറക്റ്റ് എ ആ. ഞാൻ കൊണ്ട് കാണിക്കുമ്പോ ദിസ് ഇസ് കറക്റ്റ്. പക്ഷെ ഇതിന്റെ ഫോർമേഷൻ റെഡി ആണോ? കറക്റ്റ് ആണോ? അല്ല. നിങ്ങൾ ഇപ്പൊ നിലവിലുള്ള കുട്ടികളുടെ ഈ നമ്മുടെ കോപ്പി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവല്ലോ, കോപ്പി ഒരു ടെക്സ്റ്റ് ബുക്ക് തരുമല്ലോ, വർക്ക് ഷീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതില് കറക്റ്റ് ഇപ്പൊ കാണിക്കുന്നുണ്ട് അതിന്റെ ഫോർമേഷൻ. ഒരു എ എവിടുന്ന് തുടങ്ങി എവിടെ എൻഡ് ചെയ്യണം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഗ്രാഫീം, എഴുതുന്ന രീതി. ഓക്കെ, അത് കറക്റ്റ് ആണെങ്കിൽ ആ കുട്ടി പഠനത്തിൽ മുന്നോട്ട് വരുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ എനിക്ക് അതിലെന്താ കാര്യം? നമുക്ക് ആ ആൻസർ കറക്റ്റ് ആയാൽ പോരെ, മീൻസ് ആ ലെറ്റർ കറക്റ്റ് ആയാൽ പോരാ, ഈ ഫോർമേഷൻ റെഡി ആയിരിക്കണം. ഓക്കെ, അടുത്തതാണ് നമ്മുടെ ഫോണീം. ഈ ഫോണീം സൗണ്ട്സ് തെറ്റിക്കഴിഞ്ഞാല് ഈ ഫോണറ്റിക് അവയർനെസ് എന്ന് അതിന് പറയാം. ഒരു കുട്ടിക്ക് ഫോണറ്റിക് അവയർനെസ് 5 വയസ്സിനുള്ളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളത് ബിൽഡപ്പ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാൻ കഴിയൂല, വായിക്കാൻ കഴിയൂല. അതായത് CAT. ഓക്കെ, നോർമൽ പണ്ടത്തെ ടീച്ചേഴ്സ്മാരല്ലോ എങ്ങനെയാ ലെറ്ററിന്റെ സൗണ്ട്സ് കൊടുക്കാറിയോ? സിയുടെ സൗണ്ട് എന്താ? എയുടെ സൗണ്ട് എന്താ? അടുത്തത് ടിയുടെ സൗണ്ട് പഠിപ്പിക്കുമ്പോ ഓക്കെ. പക്ഷെ പണ്ടത്തെ ടീച്ചർമാർ എന്താ പഠിപ്പറിയോ? സിന്റെ സൗണ്ട് കാന്നാണ് സിയുടെ സൗണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. എയുടെ സൗണ്ട് ആന്നാണെന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ടിയുടെ സൗണ്ട് ട് എന്നാണെന്ന് പറഞ്ഞു കൊടുക്കും പണ്ടത്തെ ടീച്ചേഴ്സ്. അപ്പൊ ഈ കുട്ടി കാ ആട്ട അല്ലെങ്കിൽ കാ ആട്ട്, ഇതെങ്ങനെ കാറ്റ് എന്ന് പറയുന്നത് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ടീച്ചർക്ക് കാറ്റ്, അത് കണക്ട് ചെയ്യുന്ന അതിന് പറയുന്ന പേരാണ് ഡീകോഡിങ്. ഇതെല്ലാം പഠിച്ചു വെച്ചോ, ടീച്ചേഴ്സ് പോയിന്റ്സ് ഇതൊക്കെ. അതായത് ഒരു ലെറ്ററിന്റെ സൗണ്ട് വെച്ച് അതിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡീകോഡിങ്. ഓക്കെ, അപ്പൊ ഇത് പഠിക്കാത്ത ഒരു കുട്ടിക്ക് എന്താവില്ല മക്കളെ? എന്താവില്ല? ബാക്കി അങ്ങോട്ട് കിട്ടൂല, വായിക്കാൻ കിട്ടൂല. കഴിയില്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഈ സൗണ്ട്സ് ആദ്യം ആര് പഠിക്കണം? ടീച്ചേഴ്സ് പഠിക്കണം. ടീച്ചേഴ്സ് തെറ്റിച്ചാല് എന്റെ ക്ലാസ്സിൽ ചേർത്തപ്പോൾ എന്റെ മോൻ ഇംഗ്ലീഷ് വായിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ സൗണ്ട് പഠിച്ചത്. അപ്പൊ ഞാൻ കുറച്ച് ലെറ്റേഴ്സിന്റെ സൗണ്ട് ചോദിക്കട്ടെ? നിങ്ങൾക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? ഓക്കെ, ഞാൻ ചോദിക്കാം. എഫിന്റെ സൗണ്ട് പറ, പെട്ടെന്ന് പറഞ്ഞേ. വെരി ഗുഡ്. ഇനി അടുത്തത് വിയുടെ സൗണ്ട് പറഞ്ഞേ. വെരി ഗുഡ്, വെരി ഗുഡ്. ഡബ്ല്യുന്റെ സൗണ്ട് പറഞ്ഞേ. ചിലര് രണ്ടും വ്. ഓക്കെ, വെരി ഗുഡ്. വിയും വ്,
ഡബ്ല്യൂവും വ്. ഇനി നെക്സ്റ്റ് എമ്മിന്റെ സൗണ്ട് എന്താ മക്കളെ? വെരി ഗുഡ്. എന്നിന്റെ സൗണ്ട്, എന്നിന്റെ സൗണ്ട് വെരി ഗുഡ്, വെരി ഗുഡ്. എന്നിന്റെ സൗണ്ട് കറക്റ്റ്. നെക്സ്റ്റ് വേറെ ഏതായിരുന്നു? എസിന്റെ സൗണ്ട് പറഞ്ഞേ. വെരി ഗുഡ്, സൂപ്പർ. എല്ലാം പൊട്ടാ തെറ്റായിരുന്നു guys. എല്ലാം തെറ്റായിരുന്നു. ഓക്കെ, എത്ര കോൺഫിഡന്റോട് കൂടെ ഞാൻ പറഞ്ഞേ. തെറ്റാണെങ്കിൽ പറയും തോറും വെരി ഗുഡ് കിട്ടുന്നു, പറയും തോറും വെരി ഗുഡ് കിട്ടുന്നു. അപ്പൊ നമ്മള് പറഞ്ഞു തെറ്റാണ് വിളിച്ചറിയാന്ന് ഞാൻ വിചാരിച്ചു തെറ്റായത് കൊണ്ടായിരിക്കും അതല്ല ഇങ്ങളെ ഇതിൽ ചേർത്തിട്ട് ഇങ്ങളെ മിസ് പഠിപ്പിച്ചു കൊടുത്തതാണ്. ഇത് ലാസ്റ്റ് ഇതേ ലൈറ്റന്റെ ക്ലാസ്സിലെ മിസ് പഠിപ്പിച്ചതാണ് ഈ സൗണ്ട്സ് ഒക്കെ. അതാണ്. അപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ ഒരു ധൈര്യം കിട്ടില്ല എന്ത് പൊട്ടത്തരം വിളിച്ച് പറയാനായിട്ട്. അതെ, ഇതൊക്കെ ശരിയാ ശരിയാന്ന് പറഞ്ഞപ്പോഴേ അമ്മച്ചായത്തം കണ്ടപ്പോ മനസ്സിലായത് ലാസ്റ്റ് ഒരു പന്തികേടുണ്ട് എന്നുള്ളത്. ഇത്ര പെർഫെക്റ്റ് നമ്മളില്ലാന്നറിയാം. ജുബിന ഇറങ്ങല്ലേ, ജുബിന ഇറങ്ങല്ലേ, ആരും ഇറങ്ങല്ലേ. ഇത് ഞാൻ വേറെ ക്ലാസ്സിലൊന്നും പറഞ്ഞുതരൂല, ഇവിടെ ഞാൻ പറഞ്ഞുതരുള്ളൂ. ഇത് പോയി ഇതില്ലെങ്കിൽ ഇല്ല, നിങ്ങൾ ടീച്ചർ അല്ല. ഓക്കെ, എഫിന്റെ സൗണ്ട് വന്നിട്ട് എങ്ങനെ അറിയോ? ജസ്റ്റ് ലിപ് കട്ട് ചെയ്യാ, പല്ല് വെച്ചിട്ട് ഇങ്ങനെ. ഓക്കെ, പുറത്തേക്ക് ഊതാ. അന്ന് ഞാൻ എങ്ങനെ പറഞ്ഞു മിസ്സേ? അറബി പഠിക്കൂലേ, അക്ഷരം പഠിക്കൂല, അതേപോലെ ഉണ്ട്. അതാണ് ഇതിന് പറയണത് തന്നെ അങ്ങനെയാണ്. ലിപ് കട്ട് മെത്തേഡ് എന്നാ പറയാ, ലിപ് കട്ട് മെത്തേഡ്. അതാണ് എഫിന്റെ സൗണ്ട്. അടുത്ത ഞാൻ ചോദിച്ചിരുന്നത് ഏതായിരുന്നു? എമ്മിന്റെ സൗണ്ട് കുട്ടിയെ പഠിപ്പിക്കും. അടുത്തത് എന്നിന്റെ സൗണ്ട്. ഓക്കെ, ഇനി എല്ലിന്റെ സൗണ്ട്. ഇനി എസിന്റെ സൗണ്ട്. നിങ്ങളെന്താ പറഞ്ഞത്? അത് ഞങ്ങൾ മലയാളികളായതുകൊണ്ടാണ് മലയാളികൾ ഇംഗ്ലീഷ് ഇപ്പോഴും ഒരുമാതിരി ഇരിക്കുന്നത്, മനസ്സിലായോ? അതാണ് സംഭവം. അപ്പൊ അതാണ്. ഇനി അടുത്തത് എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു? ഡബ്ല്യൂയും വിയും. അത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കണം. വി വന്നിട്ട് ലിപ് കട്ടാണ്, ഒരു ബസിങ് സൗണ്ട് ആണ്, ലൈക്ക്. ഓക്കെ, ഡബ്ല്യു വന്നിട്ട് വായിൽ കുറച്ച് എയർ വെച്ചിട്ട് ഒരു ബ്ലോയിങ്, ലൈക്ക്. മലയാളത്തിൽ എഴുതാന്ന് മലയാളം നിന്നോട് ചോദിക്കും, മലയാളം പണ്ട് ഇഷ്ടമല്ല, എനിക്കറിയത്തില്ല. എഴുതാണെങ്കിൽ കുട്ടികളെ എഴുതാണെങ്കിൽ ഉവ്വാന്ന് എഴുതി കേട്ടോ. അതായത് ഇപ്പൊ WATH TCH WATCH എന്നൊക്കെ പറയൂല. നിങ്ങൾ കുറച്ച് W വരുന്ന കുറച്ച് വേർഡ്സ് പറഞ്ഞേ. ഒന്ന് വാച്ച്. അതാണ് മലയാളം പ്രശ്നം. നോക്ക്, മലയാളികളാവുമ്പോ ഇതാണ് നേരത്തെ പറഞ്ഞ ഒരു മിനിറ്റ്, ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ മലയാളികളായത് കൊണ്ട്. അതുകൊണ്ടാണ് വാച്ച് വരുന്നത്. ഇംഗ്ലീഷ് ആരെങ്കിലും വാച്ച് എന്ന് പറഞ്ഞ നിങ്ങൾ കേട്ടിക്കോ? വാട്ടർമെലൺ. അങ്ങനെ തന്നെ. വാട്ടർമെലൺ എന്നായിരിക്കും നമ്മൾ മലയാളികൾ പറയുക, അങ്ങനെയല്ല. ഓക്കെ, കുറച്ച് ഇങ്ങനെ ലെറ്റേഴ്സ് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്താലുണ്ടല്ലോ നമ്മൾ വേറെ ലെവൽ, അഡ്വാൻസ് ലെവലിലേക്ക് പോകും നമ്മളെ ഇംഗ്ലീഷ് ടോക്കിംഗ് സ്റ്റൈൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. അതുപോലെ നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ വായിക്കുന്ന സമയത്ത് എന്താ പറയാ, ഒരു എ എന്നൊക്കെ വരുമ്പോ എന്താ പറയാ, എ തന്നെ പറയും. എന്റെ സൗണ്ട് എന്താ? അല്ലെ, എന്നാണ് നമ്മൾ പറയേണ്ടത്. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. ആ സാധനം വരണം. ഓക്കെ, സോറി. പറയാൻ താല്പര്യമുണ്ട്. ആറൊക്കെ ഇപ്പോഴും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കുട്ടികൾക്ക് ആറിന്റെ സൗണ്ട് എന്ന് പറഞ്ഞു. സെൻട്രൽ ആറ് വരുമ്പോ സൈലൻസ് ചെയ്യും സൗണ്ട്. ായാണ് റാബിറ്റ്. ഇംഗ്ലീഷുകാരെ പോലെ ആവാനൊക്കെ താല്പര്യമുണ്ട് മിസ്സേ. നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാ മതി. കാര്യം പറയട്ടെ മിസ്സേ, ഒറ്റ കാര്യം പറയട്ടെ മിസ്സേ, സംസാരിച്ചോ.
എന്തായാലും ഇന്ന് ഞാൻ നല്ല ഗ്ലോമി ആയിരുന്നു. പക്ഷെ എന്താന്നറിയില്ല, ഇപ്പൊ ചിരിച്ചിന്റെ മൈൻഡ് ആകെ റീഫ്രഷ്ഡ് ആയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ആരായിരുന്നു പറഞ്ഞേ? ആര് ഗ്ലൂമി തുടങ്ങിയപ്പോ എല്ലാരും തൊട്ട് വായ പറഞ്ഞ പൂട്ടിയിട്ടില്ല. ആര് ഗ്ലൂമി? മിസ്സിന്റെ ക്ലാസ്സിലിരിക്കുമ്പോ പ്രത്യേക ഒരു ഹാപ്പി ഡൗൺ മൂഡും. ആയിട്ട് തന്നെ ഉണ്ടായിരുന്ന. അതെ, മിസ്സിന്റെ ക്ലാസ്സിലല്ല, എനിക്ക് നാണം വരുന്നു. അതായത് മിസ്സിന്റെ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് സത്യമായിട്ട് മിസ്സേ ഇത് ക്ലാസ് ആണ്, ഒരു ക്ലാസ് ആണ് എന്നുള്ളൊരു ഇതില്ല. താങ്ക് യു സോ മച്ച്. ഇൻഷാല്ല ഇനി അങ്ങോട്ടും എന്താ നീ ചെന്നിട്ട് കൊടുക്കാണ്ട് കൊണ്ടുപോവേ. നിങ്ങളെ പട്ടിവിളിയായി വെൽക്കം എന്നൊക്കെ പറയുന്നത്. ഇനി വെൽക്കം എന്ന് മാത്രം പറഞ്ഞവര് യു ആർ വെൽക്കം, യു ആർ വെൽക്കം എന്ന് പറയാം. യു ആർ വെൽക്കം. ഓക്കെ, ഹൗ ആർ യു? Fine. ഇതൊക്കെ കുട്ടികളാ. അന്നൊക്കെ നിങ്ങൾ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ I'm good. ഓക്കെ, അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. I'm good. How about you? Okay, ഇങ്ങനൊക്കെ how പറഞ്ഞ നല്ല about ആഗ്രഹമുണ്ട്. you? അതുപോലെ നമുക്ക് പറയാം. അതുപോലെ എന്താ, അല്ലെങ്കിൽ പറയാം I'm going well. മിസ് ഇതൊക്കെ പരീക്ഷിക്കാൻ ഇവിടുത്തെ ആൾക്കാരോടല്ലേ, ഇതൊക്കെ ഇവിടെ അടുത്ത ആൾക്കാർ ഇതൊന്ന് പോയാ അവിടെ നമ്മളിനി വേറെ ലെവലിക്ക് പോവാണ്. ടീച്ചേഴ്സ് ആണ്. ഇനി എത്ര എത്ര ആൾക്കാരെ വട്ടം ഓണാക്കി ഞാൻ ലോക്കാക്കും. ഓണാക്കി ഇവിടുത്തെ ആൾക്കാർ സംസാരിക്കുമ്പോ ഓള് വലിയ പരിഷ്കാരി അറിയോ. ഇല്ല, അതായത് നിങ്ങൾ ഇന്റർവ്യൂനൊക്കെ പറയുമ്പോ ഓക്കെ സജിമ ഹൗ ആർ യു എന്ന് പറയുമ്പോ ഐ ആം ഫൈൻ താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിക്കോ മോളെ, ബൈ, ഗുഡ് നൈറ്റ് വിടൂ. അവിടെ പറയേണ്ടത് ഓക്കെ സർ ഐ എം ഗോയിങ് വെൽ ഹൗ അബൌട്ട് യു സർ എന്നൊക്കെ ചോദിച്ചാൽ തന്നെ എടുത്തു. ഇനി വേണ്ട. ഓക്കെ, അപ്പൊ ശരി ട്ടാ. കൊറേ ടൈം, ഇതിപ്പോ 1 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ക്ലാസ് എടുത്തെങ്കിൽ ആർക്കും ഒരു പരാതി പരിഭവം വേണ്ട. ലേറ്റ് ആയാലും 1 hour plus ഞാൻ എടുത്തിട്ടുണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച് ഗൈസ്. സീ യു നെക്സ്റ്റ് ടൈം. ഒരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോ. ഈ റമഡിയൽ ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഇവിടെ ഒരാളെ കാണുന്നുണ്ടോ? അതാണ് റമഡിയൽ ടീച്ചർ. ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് PGDLD. ഇനി ഓഫ് അതിന്റെ അടുത്ത് ഓക്കെ, എടുത്തവര് LD പ്രാക്ടീസ് ചെയ്തവരൊക്കെ റെമഡിയൽ ടീച്ചർ. അവർ ഡിപ്ലോമ DLD ആണോ? DLD എന്ന് പറയുമ്പോ ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസേബിലിറ്റി. PGDLD ആകുമ്പോ അതിന്റെ ഒരു സ്റ്റെപ്പ് വേറെയാ. ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണം. അപ്പൊ നിങ്ങൾ പറ്റുന്ന ഒരു DLD അങ്ങ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് റെമഡിയൽ ടീച്ചർ ആവാം. അതിന് മാനേജ്മെന്റ് പഠിക്കണം. ക്ലാസ് ജോയിൻ ചെയ്തിട്ട് വെറുതെ പോയിട്ട് നമ്മൾക്ക് ഇപ്പൊ ഈ പ്രീ സ്കൂളൊക്കെ പിന്നെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറ്റും. ക്ലാസ് കയറിയില്ലെങ്കിലും തട്ടിമുട്ടി പോവാം, ഒരു നോർമൽ ടീച്ചറായിട്ട് പോവാം. അതേ സമയത്ത് റെമഡി ഇത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ കിട്ടുള്ളൂ. അങ്ങനെയുള്ള നല്ല സ്ഥാപനം നോക്കിയിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊരു കോഴ്സും കൂടി ഷോർട്ട് ആയിട്ട് പറഞ്ഞതാ സജിമ, ഞാൻ പറഞ്ഞുതരാം. അതായത് ചില കുട്ടികളുണ്ട് ലേണിംഗ് ഡിസേബിൾഡ്, ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാം കേട്ടോ. ഞാൻ ലീവ് ചെയ്യട്ടെ മിസ്സേ. ഇവിടെ ബാങ്ക് കൊടുത്തിട്ട് എക്സാം എഴുതിയ ഇപ്പൊ പേരെഴുതിട്ട് അവിടെ ഇട്ട് ഒന്ന് ആഡ് ചെയ്യല്ലേ കേട്ടോ. നിങ്ങൾ എഴുതി അത്രയും വേണ്ടോ, അതിന് കൂടുതലൊന്നും എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 100 മാർക്കൊന്നും എനിക്ക് ആവശ്യമില്ല. ഓക്കെ, സജിമ അവിടെ നിൽക്ക്, ചോദിച്ച ആൾ അവിടെ നിൽക്ക്. അതായത് ഒരു കുട്ടിക്ക് ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ട് ഒരു കുട്ടിയാന്ന് വിചാരിക്കാം. ഈ കുട്ടിനെ 25 ടീച്ചേഴ്സ് 25 കൊല്ലം ഇരുന്ന് പഠിപ്പിച്ചാൽ ആ കുട്ടിക്ക് ആ ഒരു പ്രോബ്ലം മാറൂല, സാധാ ടീച്ചേഴ്സ് ആണെങ്കിൽ. അതേസമയത്ത് ഒരു റെമഡിയൽ ടീച്ചറിന് 25 ദിവസം കൊണ്ട് ഈ കുട്ടിനെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. വെറും 25 ഡേയ്സ് കൊണ്ട് റെഡിയാക്കാൻ വേണ്ടി പറ്റും. ആ ഒരു റെമഡിയൽ ടീച്ചർക്ക് ആ ഒരു കുട്ടിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 6000 മുതൽ 10,000 വരെ നമുക്ക് പേയ്മെന്റ് വാങ്ങാം ഒരു മാസത്തേക്ക്, 25 ദിവസത്തേക്ക്. Got it? ഓക്കെ. പിന്നെ വേറൊരു കോഴ്സ് ഇപ്പൊ അയാദിന്റെ അതില് കഴിഞ്ഞുണ്ടല്ലോ. ഇപ്പൊ കോൺവെക്കേഷൻ സെറമണി കഴിഞ്ഞുണ്ടല്ലോ കർണാടക വെച്ചിട്ട്. അതേത് ഇനി കോഴ്സ് എന്നോ മറന്നു. അങ്ങനെ എന്തോന്ന് അയാദി മെന്റർ ZMTC ആണോ എനിക്ക് അറിഞ്ഞൂടാ. ആക്ച്വലി ഞാൻ അയാത്തിയുടെ ഫാക്കൽറ്റി നെഹി ഹെ. ഐ എം എന്താ പറയാ, ഞാൻ NS ഗ്ലോബൽ അക്കാദമിയുടെ ഫാക്കൽറ്റി ആണ്. പക്ഷെ നിങ്ങളുമായിട്ട് ടൈപ്പ് ആണ്, അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് അടുത്ത കാര്യങ്ങൾ അറിയില്ല. നിങ്ങളുടെ താഹിറ മിസ്സിനെ അല്ലെങ്കിൽ ഉബൈസ മിസ്സിനെ കോൺടാക്ട് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഓക്കെ, നിങ്ങൾ മാക്സിമം അയാദിയിലൊക്കെ തന്നെ ജോലിയൊക്കെ മേടിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ലക്കാണ്. ബിക്കോസ് ഇവിടെ നിങ്ങൾ പോയിട്ട് ഓഫ്ലൈൻ ആയിട്ട് പോയിട്ട് കിട്ടുന്ന സാലറിന്റെ 2 ഇരട്ടി വേണമെങ്കിൽ ഇവിടെ കിട്ടും. ഓൺലൈൻ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടും. അത് നേരത്തെ എന്റെ അഭിപ്രായം പറയട്ടെ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കിട്ടുക?
ഇതില് ബുക്ക് നല്ല ചെയ്യാൻ കഴിവ് വേണം. നല്ല കഴിവ്. അതായത് എന്റെ സ്റ്റാർട്ടിങ്ങില് എന്റെ ടീച്ചിങ് കരിയറില് ആദ്യം ഞാൻ 2 വയസ്സിനും 3 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് ക്ലാസ് എടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 2 വയസ്സിനും 3 വയസ്സിനും ഇടയിലുള്ള ഇതേ ക്ലാസ് എന്റെ കൂടെ പഠിച്ച ഒരാൾ എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ സാലറി 15 സ്റ്റാർട്ടിങ് ആണ്, 15 ആയിരുന്നു. ആളുടെ സാലറി വന്നിട്ട് 7,000 ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് നമ്മൾ സാലറി കൂട്ടാൻ ചെയ്യേണ്ടതെന്നുള്ളത്. മനസ്സിലായോ? മിസ് അപ്പല്ലേ പുറത്ത് പോയി പഠിപ്പിക്കുന്നേക്കാളും ഓൺലൈൻ ട്യൂഷൻ വണ്ടി എടുക്കണാണ് കയറാൻ സാലറി പറ്റുമോ? കൂടി കിട്ടുക. ഓൺലൈൻ സ്വന്തമായിട്ട് ഇറങ്ങരുത്. എന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും നിങ്ങളായിട്ട് ഒരു കമ്പനി രൂപീകരിച്ച് നിങ്ങളായിട്ട് ഒരു ട്യൂഷൻ കൊടുക്കുന്നത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്ന ഒരാളാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എത്രയും അപ്പൊ സ്ട്രെസ് എത്ര വരെ സാലറി വാങ്ങാ അങ്ങനെ ആവുമ്പോ? സാലറി നമുക്ക് സ്റ്റാർട്ടിങ് സാലറി വളരെ ചെറുതാ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ അവിടെ കേറി വരണം. ഓക്കെ, ഫസ്റ്റ് ഒക്കെ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പം സാലറി ഉണ്ടാവില്ല. ചില സ്ഥലത്ത് കുറച്ച് നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. പിന്നെ നമുക്ക് കിട്ടാൻ തുടങ്ങുമ്പോ എക്സ്പീരിയൻസ് ആയി കിട്ടും. എക്സ്പീരിയൻസ് ആവുമ്പോ ഇപ്പൊ തന്നെ എന്റെ അടുത്ത് മിസ് ഒരു 1 ഹവറിനേക്ക് മിസ് എത്ര പേയ്മെന്റ് മേടിക്കും ഇങ്ങോട്ട് ചോദിക്കുന്ന ലെവലിലേക്ക് നമ്മൾ വളരണം. എന്റെ എമൗണ്ട് ഞാനല്ല ഇടേണ്ടത്, ബാക്കിയുള്ളവർ ഇടണം. ഒരു 1000 രൂപ ഒരു സെഷന് തന്നാ മിസ് വരുമോ എന്ന് ചോദിക്കുന്ന ലെവലിലേക്ക് സജിമയൊക്കെ വളരണം. വളരെ വിടണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. കുറെ ആൾക്കാരുടെ പ്രതികാരം വീട്ടാണ്ട് പുച്ഛിച്ച് തള്ളിയവരടക്കം മാമാണ് മോട്ടിവേഷൻ. അത് നല്ല കേട്ടോ. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സക്സസ് ആവും. എന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. അതുപോലെ മുന്നിലാണ് എനിക്ക് അങ്ങനെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒരു ദിവസം ജയിച്ചു കാണിക്കാന്ന് വാശിയ. യെസ്, അതാണ്. ഓക്കെ, എനിക്കൊക്കെ പുറ്റിച്ചവർ മാത്രമേ ഉള്ളൂ. എന്താ സജിതു? ബൈ ബൈ മുത്തേ. ഓക്കെ ഓക്കെ, അതല്ല ഈ എഴുതിയത് എന്താ ചെയ്യാ? എഴുതിയതാണ് വെക്ക്, നമുക്ക് ശരിയാക്കാം, പരിഹാരം ഉണ്ടാക്കാം. അപ്പൊ എന്ത് ചെയ്യാ, ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ പേര് ആഡ് ചെയ്യുക. അതിൽ കൂടെ നിങ്ങൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യാം. മലയാളക്കാരെ എഴുതണ്ട കേട്ടാ. ഓക്കെ, എനിക്കറിയാലോ ഇംഗ്ലീഷ് അല്ലെങ്കിൽ പിന്നെ മലയാളം കുഴപ്പമില്ല. ഓക്കെ, എന്തായിരുന്നു മിസ് ഒരു ഡൗട്ട് ചോദിക്കട്ടെ? നമ്മളിപ്പോ ഇതില് PPTTC കഴിഞ്ഞിട്ട് നമ്മള് അയാദിയിൽ വർക്ക് ചെയ്യാൻ കയറാൻ വേണ്ടിട്ട് എന്താ ചെയ്യണ്ടേ? അവരുടെ മീൻസ് അതൊക്കെ നിങ്ങൾ അവിടെ ചോദിച്ചു, അതായിരിക്കും ബെറ്റർ ആവും. എനിക്കറിയത്തില്ല ഗായ്സ്. ഓക്കെ, കൊറേ ഉണ്ട് കേട്ടാ. നിങ്ങൾ ഒന്നിനും സ്റ്റക്ക് ആവരുത്. ഏറ്റവും നല്ലത് വെച്ചാൽ മറ്റേ സംഭവം ഇല്ലേ, ഏതായിരുന്നടാ, ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അവിടെ ഇന്റർവെല്ലൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്റർവെൽ എന്റെ കൊറേ സ്റ്റുഡൻസ് ഇന്റർവെല്ലിൽ പഠിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഇവിടെ പഠിച്ച, അതായത് ഇവിടെ പഠിച്ച MTTC വേണം തോന്നുന്നുണ്ട്. ഇവിടെ പഠിച്ച കുട്ടി ഇപ്പോഴവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 2-3 കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്തൊക്കെ ഒരു ഗുണം എന്താ പറയുക, ഇവിടെയൊക്കെ പല സ്ഥലത്ത് നിങ്ങള് സാലറി വരുമോ, സാലറി വന്നില്ലേ എന്നുള്ളൊരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവും. ഇവിടെ എങ്ങനെയാ വെച്ചാൽ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വരും, എമൗണ്ട് അടക്കാണ് ക്രെഡിറ്റ് ആവും. അതൊക്കെ ഭയങ്കര നല്ല സ്കില്ല് വേണോ അവിടെ കിട്ടാന്. നല്ല എനിക്ക് റിക്വസ്റ്റ് വന്നിട്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ടൈം ആവട്ടെ, എനിക്ക് അതിനുള്ള കഴിവില്ല. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നുണ്ടെങ്കിലോ എനിക്ക് അവിടെ നിന്ന് എന്താ ടീച്ചേഴ്സ് ട്രെയിനർ ആയിട്ട് പോകുന്നു. അവിടെ MTTC ഉണ്ട്. ആ ടീച്ചേഴ്സ് ട്രെയിനർ ആയിട്ട് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്റെ അടുത്ത്. അവിടെ ഞാനത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇന്റർവെല്ലിൽ. ഓക്കെ, അത് ടീച്ചർക്കല്ലേ, അത് കുട്ടിയൊക്കെയുള്ള ടീച്ചർ. ഞാൻ ടീച്ചേഴ്സിനല്ല ഇപ്പൊ നിങ്ങൾക്ക് എടുക്കുന്ന. ഞാൻ പഠിക്കാൻ വേണ്ടിട്ട് അന്വേഷിച്ചപ്പോ അവിടുന്ന് വേറെ ഫ്രണ്ട് പറഞ്ഞ നല്ല സാലറിയാണ് കിട്ടണത്. സൂപ്പറാണ്. നിങ്ങൾ എന്തായാലും കുറെ ഉണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് ബിഗിനേഴ്സ് ജസ്റ്റ് ട്രൈ ചെയ്യാനാണെങ്കിൽ റോസ് ആപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, കുറെ ഉണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ അത് സർട്ടിഫിക്കറ്റ് കയ്യിലാക്കുക. ഏതാണെങ്കിലും ബിഗിനേഴ്സിന് പറ്റിയുണ്ട് അവിടെ. റോസ് ആപ്പിലൊക്കെ ഉണ്ട്, റോസ് ആപ്പിലുണ്ട്. അത് നിങ്ങൾ ഇപ്പോഴാണെങ്കിലും പഠിക്കാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ കിട്ടും. നിങ്ങൾ പറയാം PPTC ചെയ്തോണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ കിട്ടും. ട്രൈ ചെയ്യാം. ഇന്റർവ്യൂ ഉണ്ടാവോ? ഇതിലല്ലേ നമ്മുടെ ഇന്റർവെല്ലിന് ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവെല്ലിനൊക്കെ ഇന്റർവ്യൂ ഉണ്ട്. നല്ല പവർഫുൾ ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. ഈ ഇന്റർവെല്ലിലേക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങളുടെ അടുത്ത് ഒരു എക്സാം പറയും. ആ എക്സാമിന് 60% പ്ലസ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് എലിജിബിൾ ആകും. അതിനുശേഷം നിങ്ങൾക്കൊരു ഇന്റർവ്യൂ ഉണ്ടാകും. ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഇന്റർവ്യൂ ഉണ്ടാകും. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീഡിയോ പ്രസന്റേഷൻ അവർ ചോദിക്കും. അവിടെ അവരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും നിങ്ങൾക്ക്. ഓൺലൈൻ ആയിട്ട് ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരും. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, എല്ലാരും ഇറങ്ങിക്കോ. എന്താ നിങ്ങൾക്ക് പോകണ്ടേ, നിങ്ങൾക്ക് പണിയൊന്നും ഇല്ല വീട്ടില്. ടാറ്റ ബൈ. സമയം പോയി അറിഞ്ഞില്ല.
ഓക്കെ, എല്ലാരും ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ഉറങ്ങാം. എന്താണ് ശുഭനിദ്ര സുഖനിദ്ര, ശുഭനിദ്ര സുഖനിദ്ര, ശുഭ ശുഭനിദ്ര നൈറ്റ്. ഇംഗ്ലീഷ് കൂടിയാണെങ്കിലും ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ മലയാളത്തിൽ കുറച്ച് കാട്ടിക്കൂട്ടുന്നേ. കഷ്ടമാണ്. താങ്ക് യു, ബൈ. ടീച്ചറും കണക്ക് നമ്മളും കണക്ക്. അങ്ങനെ ഏതാ ടീച്ചർ ഏതാ സ്റ്റുഡൻസ് എന്ന് മനസ്സിലായില്ല. എനിക്കങ്ങനെ സ്ട്രിക്റ്റ് മനസ്സിലാവുന്നില്ല. ആയിട്ട് പോകാൻ ഇഷ്ടമില്ല. ഭയങ്കര സ്ട്രിക്റ്റ്, പക്ഷെ സ്ട്രിക്റ്റ് ആണ്. എന്റെ അനിയത്തി ഇപ്പൊ വന്നിട്ട് പോയി. എന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങളെ മിസ്. ഞാൻ പറഞ്ഞ മിസ്സിനെ കാണിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാം ഒരുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ടാറ്റ, ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മിസ്. ഏതൊരു കുഞ്ഞു ടാറ്റ പറഞ്ഞല്ലോ. ടാറ്റ.